Good morning, all. Good morning, ma'am. Can you sit and look your area? Can you sit and look your? എന്താണ്? Okay. Okay. Okay അല്ലേ? Doubts വല്ലതുണ്ടോ? Okay അല്ലേ? Okay. നമ്മ ഫാർമസിയിലെ ഫിനാൻസ് വരെയാണ് അല്ലെ എടുത്തിരുന്നത് അല്ലെ? ഫിനാൻസ് കംപ്ലീറ്റ് ചെയ്തു അല്ലെ? ഫാർമസിയിലേക്ക് അവിടുത്തെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അവർക്ക് മരുന്നുകൾ വാങ്ങിക്കാനും അവിടുത്തെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് എവിടെ നിന്നൊക്കെയാണ് ഫണ്ട് ലഭിക്കുന്നത് അല്ലെ? നെക്സ്റ്റ് പറയേണ്ടത് പ്രോബ്ലംസ് ഓഫ് ഫാർമസി സർവീസസ്. ഫാർമസി സർവീസുകളുടെ ഫാർമസി സേവനങ്ങളുടെ പ്രോബ്ലംസ്, പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? പല തരത്തില് നമ്മുടെ ഫാർമസിയില് എന്താണ് അവരുടെ ലോസ് സംഭവിക്കാം അല്ലെ? നഷ്ടം സംഭവിക്കാമല്ലോ ഫാർമസി പ്രവർത്തനങ്ങളില്. ലോസ് സംഭവിക്കാറുണ്ടോ? ഉണ്ട്. ഏതൊക്കെ രീതിയിലാണ് ഫാർമസിയുടെ സർവീസുകളില് അവർക്ക് നഷ്ടം സംഭവിക്കുന്നത്? ഏതൊക്കെ രീതിയിലാണ്? ഏതൊക്കെ രീതിയിൽ നഷ്ടം സംഭവിക്കാം ഫാർമസി സേവനങ്ങളിൽ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. എക്സ്പയറി മരുന്നുകള് അവര് വാങ്ങിയിട്ട് അല്ലെ, അതില് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അതൊരു നഷ്ടമാണോ? മരുന്നുകൾ പർച്ചേസ് ചെയ്തിട്ട് ആ പർച്ചേസ് ചെയ്ത മരുന്നുകളുടെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞു പോവുക, അത് അവർക്ക് നഷ്ടമാണോ? ആണോ? ആണ്. പിന്നെ എന്തൊക്കെയുണ്ട്? കളവ് സംഭവിക്കാം അല്ലെ? കളവ് മരുന്നുകളിൽ എന്തെങ്കിലും, ഇപ്പൊ നമ്മ പറഞ്ഞു നാർക്കോട്ടിക് ഡ്രഗ്സുകൾ, അതൊക്കെ എന്താണ്? കോസ്റ്റ് കൂടിയ മരുന്നുകളാണോ? കോസ്റ്റ് കൂടിയ മരുന്നുകളാണ് അല്ലെ? അപ്പൊ ആ മരുന്നുകള് മോഷണം സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് അവർക്ക് അതൊരു നഷ്ടമാണോ? നഷ്ടമാണോ? പിന്നെന്താണ്? പറയേ. പിന്നെ നമുക്കറിയാം ഈ മരുന്നുകൾ അതല്ലെങ്കിൽ ഫാർമസ്യൂട്ടിക്കൽ, നമ്മുടെ വീട്ടിലാണെങ്കിലും നമ്മൾ സാധനങ്ങളൊക്കെ ഒരുപാട് സൂക്ഷിച്ചു വെച്ച് കഴിയുമ്പോൾ നമുക്ക് എന്താണ് പാറ്റ അല്ലെങ്കിൽ എലി, അങ്ങനെ റാറ്റ്, അങ്ങനെയുള്ള സാധനങ്ങൾ നശിപ്പിച്ച് കളയാറുണ്ടോ? അല്ലെങ്കിൽ മഴയൊക്കെ പെയ്യുമ്പോ തണവൊക്കെ തട്ടിയിട്ട് പൂപ്പലൊക്കെ വന്നു പോകും അല്ലേ? ശരിയായ രീതിയിലല്ല അറേഞ്ച് ചെയ്ത് നമ്മൾ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നതെങ്കിലോ, സ്റ്റോറേജ് കറക്റ്റ് രീതിയിൽ അല്ലെങ്കിൽ, അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഡിസ്ട്രക്ഷൻസ് സംഭവിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും ഇൻസെക്ട്സ് കൊണ്ടോ അതല്ലെങ്കിൽ റാറ്റുകളോ അല്ലെ, എലികള്, അങ്ങനെ എന്താണ് മരുന്നുകള്, ഫാർമസ്യൂട്ടിക്കൽ പ്രൊഡക്ട്സുകള് നശിപ്പിച്ച് കളയുമ്പോൾ അപ്പൊ അതൊരു നഷ്ടമാണ് അല്ലെ? പിന്നെ ക്യാരിയിങ് കോസ്റ്റ് എന്ന് വെച്ചാല് അവര് പർച്ചേസ് ചെയ്ത സാധനങ്ങൾ സൂക്ഷിച്ചു വെക്കുന്നതിന് അവർക്ക് ഒരു എക്സ്ട്രാ അഡീഷണൽ കോസ്റ്റ് വരുന്നുണ്ടോ? വിൽക്കപ്പെടാത്ത സാധനങ്ങൾ അല്ലെ, അവര് പർച്ചേസ് ചെയ്തിട്ട് അവർ സ്റ്റോർ ചെയ്യുന്ന സാധനങ്ങൾ അവർ എന്ത് വേണം? ശരിയായ രീതിയിൽ സ്റ്റോർ ചെയ്ത് വെക്കണം അല്ലെ? വേണോ? വേണം. സ്റ്റോർ ചെയ്ത് അത് പരിപാലിക്കുന്നതിന് വേണ്ടി സ്റ്റാഫുകൾ വേണം അല്ലെ? മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടി സ്റ്റാഫുകൾ വേണ്ടേ? നമ്മൾ സ്റ്റോർ ചെയ്യുന്ന സാധനങ്ങള് വേണം. അപ്പൊ എന്താണ്? ക്യാരിയിങ് കോസ്റ്റ് അല്ലെ? അവർ ഒരുപാട് സാധനങ്ങള് പർച്ചേസ് ചെയ്തിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്യുന്നതിനും എന്താണ് അത് കറക്റ്റ് രീതിയിൽ അവര് കൺട്രോൾ ചെയ്യുന്നതിനുമുള്ള അവർക്ക് വരുന്ന എക്സ്പെൻസ്.
നെക്സ്റ്റ് പറയുന്നത് ഔട്ട്ഡേറ്റഡ് ഡ്രഗ്സുകൾ. ഔട്ട്ഡേറ്റഡ് ഡ്രഗ്സുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവര് വാങ്ങുന്ന മരുന്നുകള് നമ്മ കഴിഞ്ഞ ദിവസം പറഞ്ഞു വിപണിയിൽ നിരോധിക്കുന്ന മരുന്നുകൾ അല്ലെ, ഏതെങ്കിലും സൈഡ് എഫക്ട് കൊണ്ടോ അതല്ലെങ്കിൽ അത് കഴിച്ചു കഴിഞ്ഞാല് പേഷ്യൻസിന് അല്ലെങ്കിൽ രോഗികൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് ഉണ്ടാക്കുമെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും, നമ്മ മാർക്കറ്റിലെ നിരോധിക്കില്ല, ബാൻ ചെയ്യുമല്ലോ. ബാൻ ചെയ്യോ? ബാൻ ചെയ്യും അല്ലെ. അപ്പൊ അങ്ങനെയുള്ള മരുന്നുകൾ എന്താണ് നമ്മുടെ ഡ്രഗ് ലിസ്റ്റിൽ നിന്ന്, ഹോസ്പിറ്റലിലെ ഡ്രഗ് ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കിയ, ചിലപ്പോ അത് എന്താണ് പുതിയ മെഡിസിനുകൾ കൂടുതൽ എഫക്റ്റീവ് ആയിട്ടുള്ള വേറെ മെഡിസിൻ കണ്ടുപിടിച്ചത് കൊണ്ടാകാം, അതല്ലെങ്കിൽ അതിനെന്തെങ്കിലും ബുദ്ധിമുട്ട് നമ്മുടെ പേഷ്യൻസിന് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാക്കുന്നത് കൊണ്ട് മാർക്കറ്റിലെ നിരോധിച്ച മരുന്നുകളാകാം. അപ്പൊ അങ്ങനെ ഡ്രഗ് ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കിയ മരുന്നുകളാണ് ഔട്ട്ഡേറ്റഡ് ഡ്രഗ്സുകൾ. അപ്പൊ അങ്ങനെയുള്ള മരുന്നുകൾ പർച്ചേസ് ചെയ്തിട്ട് ആ മരുന്നുകൾ ഡ്രഗ് ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കി കഴിഞ്ഞാൽ അവർക്ക് അതൊരു നഷ്ടമാണോ, ലോസ് ആണോ? പിന്നെ അവർക്ക് ആ ഒരു പ്രോഡക്റ്റ് വിൽക്കാൻ സാധിക്കില്ല അല്ലെ, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ സാധിക്കോ, സപ്ലൈ ചെയ്യാൻ സാധിക്കോ? ഇല്ല. അപ്പൊ അതൊരു നഷ്ടമാണോ? പിന്നെ നെക്സ്റ്റ് വേറൊരു പ്രോബ്ലം എന്ന് പറയുന്നത് ഷോർട്ടേജ് കോസ്റ്റ് ആണ്. ഷോർട്ടേജ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ചിലപ്പോ നമുക്ക് എമർജൻസി മെഡിസിനുകൾ അല്ലെങ്കിൽ ആന്റിഡോട്സുകൾ അല്ലെങ്കിൽ പെട്ടെന്ന് നമുക്ക് ആവശ്യമായി വരുന്ന മരുന്നുകൾ അവിടെ സ്റ്റോറേജ് ഇല്ലെങ്കിൽ അവർ എന്ത് ചെയ്യേണ്ടി വരും, കൂടുതൽ അല്ലെ. ഇപ്പൊ നമ്മ തന്നെ പറയാറുണ്ട്, നമുക്ക് എന്താ പെട്ടെന്ന് അത്യാവശ്യമായി വരുന്ന സാധനങ്ങൾ നമ്മൾ ഡബിൾ പേയ്മെന്റ് ചെയ്ത് കൊടുത്ത് വാങ്ങണം എന്ന് പറയാറില്ലേ, നമ്മുടെ ലൈഫിൽ നമ്മ പറയാറില്ലേ, കൂടുതൽ എമൗണ്ട് കൊടുത്ത് വാങ്ങണം എന്ന് പറയില്ലേ, പറയാറുണ്ടോ? പറയാറുണ്ട്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും മരുന്നുകള് അവര് ശരിയായ രീതിയിൽ സൂക്ഷിക്കാത്തത് കൊണ്ട് അവർക്ക് ഷോർട്ടേജ് വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് അതിൽ മൂലം ഉണ്ടാകുന്ന നഷ്ടം അതൊരു പ്രോബ്ലം ആണ് അല്ലേ. ഷോർട്ടേജ് വരുന്നത് കൊണ്ട് എന്താണ്, ചിലപ്പോ അവര് പെട്ടെന്ന് തന്നെ അത് ഇമ്പോർട്ട് ചെയ്യേണ്ടി വരും. അപ്പൊ അവർക്ക് കൂടുതൽ എക്സ്പെൻസ് ആവോ? പുറത്ത് നിന്ന് ഫോറിൻ കൺട്രീസിൽ നിന്ന് കൊണ്ടുവരുന്ന മരുന്നുകളാണെങ്കിൽ ചിലപ്പോൾ അവർ അഡീഷണൽ ഒരുപാട് പേയ്മെന്റ് നടത്തിയിട്ടായിരിക്കും അല്ലെ അത് കൊണ്ടുവരുന്നത് ഹോസ്പിറ്റലില്. അപ്പൊ അതൊരു നഷ്ടമല്ലേ അവരെ സംബന്ധിച്ച്. അതല്ലെങ്കിൽ എക്സ്ട്രാ പേയ്മെന്റ് കൂടുതൽ ഡബിൾ ചാർജ് കൊടുത്തിട്ടായിരിക്കും അവർ ആ ഒരു മെഡിസിൻ അല്ലെങ്കിൽ ആ ഒരു പ്രോഡക്റ്റ് ഫാർമസ്യൂട്ടിക്കൽ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ വരുന്ന കോസ്റ്റിനെയാണ് ഷോർട്ടേജ് കോസ്റ്റ് എന്ന് പറയുന്നത്. നോക്കാം നമുക്ക്, ഓക്കെ ആണോ? നെക്സ്റ്റ് നമുക്ക് നോക്കാം കേട്ടോ. പ്രോബ്ലംസ് ഓഫ് ഫാർമസി സർവീസസ്. ഫാർമസി സർവീസുകളുടെ പ്രശ്നങ്ങൾ, പ്രോബ്ലംസ് എന്തൊക്കെയാണ്? ഫസ്റ്റ് പറയുന്നത് പിൽഫറേജ് അല്ലെ, എന്താണ് തെഫ്റ്റ് നടക്കാം, മോഷണങ്ങൾ നടക്കാം അല്ലെ. നമ്മ പറഞ്ഞു നാർക്കോട്ടിക് ഡ്രഗ്സുകളൊക്കെ മോഷണം പോകാനുള്ള സാധ്യതയുണ്ട് അല്ലെ. അതല്ലെങ്കിൽ കോസ്റ്റ് കൂടിയ മരുന്നുകൾ. ഒരു മിനിറ്റ് കേട്ടോ, ഒരു മിനിറ്റ്. ഓക്കെ വെച്ചാല് എന്താണ്, പിൽഫറേജ് നടക്കാം അല്ലെ, മോഷണങ്ങൾ നടക്കാം. അപ്പൊ അവരെന്താണ് പർച്ചേസ് ചെയ്ത് വെച്ചിരിക്കുന്ന, അവര് സ്റ്റോറേജ് ചെയ്ത് വെച്ചിരിക്കുന്ന മരുന്നുകളിൽ നിന്ന് എന്താണ് നാർക്കോട്ടിക് ഡ്രഗ്സുകൾ അല്ലെങ്കിൽ കോസ്റ്റ് കൂടിയ മരുന്നുകളൊക്കെ മോഷണം പോയി കഴിഞ്ഞാൽ അത് അവർക്ക് നഷ്ടമല്ലേ, അതൊരു പ്രോബ്ലം ആണ് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ചെറു മോഷണങ്ങൾ, തെറ്റാണ് ആദ്യത്തെ പ്രോബ്ലം എന്ന് പറയുന്നത്. നെക്സ്റ്റ് പ്രോബ്ലം എന്ന് പറയുന്നത് ഔട്ട്ഡേറ്റഡ് ഡ്രഗ്സുകൾ അല്ലെ. എന്താണ്, നമ്മുടെ ഹോസ്പിറ്റലിലെ ഡ്രഗ് ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കിയ മരുന്നുകൾ അല്ലെ. അപ്പൊ ആ മരുന്നുകൾ പിന്നെ അവർക്ക് സപ്ലൈ ചെയ്യാൻ പറ്റോ, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റോ? ഇല്ല അല്ലെ. എന്താണ്, മാർക്കറ്റില് നിരോധിച്ച മരുന്നുകള് അതല്ലെങ്കിൽ എന്താണ് അതിലും കൂടുതൽ ഇഫക്റ്റീവ് ആയിട്ടുള്ള മരുന്നുകൾ കണ്ടുപിടിച്ച് കഴിയുമ്പോൾ ആ മരുന്ന് ഡ്രഗ് ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കും. അപ്പൊ അങ്ങനെയുള്ള മരുന്നുകൾ അവർ സ്റ്റോറേജ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അവർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റോ? ഇല്ല അല്ലെ. അപ്പൊ അതൊരു പ്രോബ്ലം ആണ് അല്ലെ, ഔട്ട്ഡേറ്റഡ് ഡ്രഗ്സുകൾ. നെക്സ്റ്റ് പറയുന്നത് ക്യാരിയിങ് കോസ്റ്റ് അല്ലെ. എന്താണ്, അവർ വിൽക്കപ്പെടാത്ത അല്ലെ, അവര് സ്റ്റോറേജ് ചെയ്തിട്ടുള്ള സാധനങ്ങളെ
പരിപാലിക്കുന്നതിനും അത് മെയിൻറ്റെയിൻ ചെയ്യുന്നതിനും അത് കൺട്രോൾ ചെയ്യുന്നതിനുമായിട്ട് അവർക്ക് വേണ്ടി വരുന്ന എക്സ്പെൻസ് ആണ് ക്യാരിയിങ് കോസ്റ്റ്. അപ്പൊ സാധനങ്ങൾ ഉണ്ടെങ്കിൽ അവർക്ക് ഒരുപാട് പേയ്മെന്റ് വേണ്ടി വരുന്നു അല്ലെ? ആണോ? അതിന് സ്റ്റാഫുകൾ ഒരുപാട് 2 സ്റ്റാഫുകൾ നിർത്തേണ്ടടുത്ത് 3 സ്റ്റാഫുകളെ നിർത്തേണ്ടി വരുന്നു. അപ്പൊ അവർക്ക് കൊടുക്കേണ്ട സാലറി അല്ലെ, അതൊക്കെ ഒരു പ്രശ്നമാണ് അല്ലെ? അപ്പൊ അങ്ങനെയുള്ള ക്യാരിയിങ് കോസ്റ്റ്. നെക്സ്റ്റ് പറയുന്നത് ഷോർട്ടേജ് കോസ്റ്റ് അല്ലെ, എന്തെങ്കിലും എമർജൻസി ഡ്രഗ്സുകളോ അല്ലെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് ആവശ്യമായി വരുന്ന സാധനങ്ങളുടെ ഷോർട്ടേജ് ആയിക്കഴിഞ്ഞാൽ അത് ശരിയായ രീതിയിൽ അവർക്ക് സ്റ്റോറേജ് ഇല്ലെങ്കിൽ അവരൊന്നില്ലെങ്കിൽ എക്സ്ട്രാ പേയ്മെന്റ് കൊടുക്കുന്നാട്ടോ അല്ലെങ്കിൽ കൂടുതൽ പൈസ കൊടുക്കുന്നാട്ടോ അത് വാങ്ങിക്കേണ്ടി വരുന്നു. ആ ഒരു കോസ്റ്റ് ആണ് ഷോർട്ടേജ് കോസ്റ്റ്. അത് ഫാർമസിയുടെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ഒരു പ്രോബ്ലം ആണ് അല്ലെ? നെക്സ്റ്റ് പറയുന്നത് എക്സ്പയറി ഡ്രഗ്സുകൾ. അവര് വാങ്ങിച്ച് പർച്ചേസ് ചെയ്ത് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന മരുന്നുകളുടെ എക്സ്പയറി ഡേറ്റ് തീർന്നു പോകുക അല്ലെ, പിന്നെ അവർക്ക് അത് യൂസ് ചെയ്യാൻ പറ്റില്ല. അവരെന്ത് ചെയ്യണത്? ഡിസ്പോസ് ചെയ്യാൻ മാത്രമേ സാധിക്കുള്ളൂ അല്ലെ? അപ്പൊ അങ്ങനെ മരുന്നുകളുടെ എക്സ്പയറി കഴിഞ്ഞു പോകുന്നത് ഒരു പ്രോബ്ലം ആണ്. നെക്സ്റ്റ് പറയുന്നത് ഡിസ്ട്രക്ഷൻ ബൈ ഇൻസെക്ട്സ് ആൻഡ് റാറ്റ്സ് അല്ലെ. എന്താണ്? കീടങ്ങൾ, അതായത് നമ്മൾ പറയാറില്ലേ പ്രാണികൾ അല്ലെ, അങ്ങനെയുള്ള പ്രാണികൾ അതല്ലെങ്കിൽ എലികളൊക്കെ എന്താണ് മരുന്നുകൾ അല്ലെങ്കിൽ ഫാർമസ്യൂട്ടിക്കൽ പ്രൊഡക്ട്സുകൾ നശിപ്പിച്ച് കളയുന്നത് മൂലം ഉണ്ടാകുന്ന പ്രശ്നം. അതാണ് ഡിസ്ട്രക്ഷൻ ബൈ ഇൻസെക്ട്സ് ആൻഡ് റാറ്റ്സ്. നമ്മുടെ വീട്ടില് ഒരു എലി കയറിയിട്ടുണ്ടെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്? ബുക്സുകൾ, പേപ്പേഴ്സ് അല്ലെ, ഡ്രസ്സുകളൊക്കെ കീറിക്കളയോ? കറണ്ട് കളയും അല്ലെ? ആണോ? അങ്ങനെ. അപ്പൊ അതൊരു പ്രശ്നമല്ലേ? പിന്നെ നമ്മ എന്താണ് എലിപ്പെട്ടി വെക്കലും ഭയങ്കര ബഹളമായിരിക്കും അല്ലെ ആ എലിനെ പിടിക്കാനായിട്ട്? ആണോ? ആണ് അല്ലെ? അപ്പൊ നമ്മുടെ എന്താണ് ഫാർമസ്യൂട്ടിക്കൽ പ്രോഡക്ട്സുകൾ നമ്മുടെ റാറ്റ്സോ അല്ലെങ്കിൽ ഇൻസെക്ട്സോ, പിന്നെ മഴയൊക്കെ പൊട്ടിപ്പിടിക്കുമ്പോ ചെതിലൊക്കെ വന്നു പോകാറുണ്ട് അല്ലെ? കണ്ടിട്ടുണ്ടോ ചെതില്? അറിയോ ഇത്? കേട്ടിട്ടുണ്ടോ ചെതില്? അപ്പൊ അതൊക്കെ പിന്നെ നമുക്ക് ആ സാധനം ഉപയോഗിക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ പുപ്പില് വന്നു പോവുക. തണുപ്പൊക്കെ കൂടുതൽ അടിക്കുമ്പോൾ എന്ത് വരും? പുപ്പില് വന്നു പോകും അല്ലെ? ഒരു വെള്ളം പോലെ പുപ്പില് വന്നു പോകുമല്ലോ. അപ്പൊ അങ്ങനെയുള്ള എന്താണ് ഇൻസെക്ട്സ് കൊണ്ടോ റാറ്റ്സ് കൊണ്ടോ എന്താണ് മരുന്നുകൾ കാലഹരണപ്പെട്ടു പോകുന്നത് മൂലം അവർക്ക് ഉണ്ടാകുന്ന നഷ്ടങ്ങൾ. ഇതൊക്കെയാണ് ഫാർമസി സർവീസുകളുടെ പ്രോബ്ലംസ് എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ വരുന്നതാണ് കേട്ടോ, ഇമ്പോർട്ടന്റ് ആണ്, ക്വസ്റ്റ്യൻ വരുന്നതാണ് കേട്ടോ, നോട്ട് ചെയ്യാം. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് റോൾ ഓഫ് ചീഫ് ഫാർമസിസ്റ്റ് അല്ലെ. നമ്മുടെ ചീഫ് ഫാർമസിസ്റ്റിന്റെ റോള്, ആളുടെ റെസ്പോൺസിബിലിറ്റീസ്, ഡ്യൂട്ടീസ് എന്തൊക്കെയാണ്? ഫസ്റ്റ് പറയുന്നത് ഫുൾഫില്ലിംഗ് ഓഫ് ഡിസിഷൻ ഓഫ് തെറാപ്യൂട്ടിക് കമ്മിറ്റി അല്ലെ. നമ്മൾ പറഞ്ഞു നമ്മുടെ ഫാർമസിയിലെ പ്രവർത്തനങ്ങളെ കുറിച്ച് തീരുമാനങ്ങൾ എടുക്കുന്നതും അവർക്ക് വേണ്ട ഫണ്ട് അനുവദിച്ചു കൊടുക്കുന്നതും അവിടുത്തെ പ്രവർത്തനങ്ങളെ കൺട്രോൾ ചെയ്യുന്നതും ആരാണ്? ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി ആണ് അല്ലെ? അല്ലേ? ആണോ? ആണ് അല്ലെ? അപ്പൊ ആ ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റിയുടെ തീരുമാനങ്ങൾ നിറവേറ്റുക എന്നുള്ളത് നമ്മുടെ ചീഫ് ഫാർമസിസ്റ്റിന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. നെക്സ്റ്റ് പറയുന്നത് ഡിസ്പെൻസിങ് ഓഫ് ഡ്രഗ്സുകൾ അല്ലെ, മരുന്നുകൾ വിതരണം ചെയ്യുക. ഫാർമസ്യൂട്ടിക്കൽ ആൻഡ് കെമിക്കൽസ് ടു സെപ്പറേറ്റ് ഏരിയാസ്. നമ്മൾ ആദ്യം എക്യുപ്മെന്റ് പഠിച്ചപ്പോ പഠിച്ചു അല്ലെ, എന്താണ് ഫാർമസ്യൂട്ടിക്കൽ പ്രോഡക്ട്സുകളും കെമിക്കൽ പ്രോഡക്ട്സുകളും എന്ത് ചെയ്യണം? വേറെ വേറെ ഷെൽഫുകളിൽ സൂക്ഷിക്കണം എന്ന് പറഞ്ഞു അല്ലെ? ഓർമ്മയുണ്ടോ? വേറെ വേറെ ഡ്രോയേഴ്സിൽ അല്ലെ, ക്യാബിനറ്റിൽ സൂക്ഷിക്കണം എന്ന് പറഞ്ഞു അല്ലെ? അപ്പൊ ഇങ്ങനെ ഫാർമസ്യൂട്ടിക്കൽ പ്രോഡക്ട്സുകളും കെമിക്കൽ പ്രോഡക്ട്സുകളും, കെമിക്കലായിട്ട് നമ്മൾ ഡിസിൻഫെക്റ്റിന് വേണ്ടി ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ മരുന്നുകൾ മാനുഫാക്ചറിങ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതുമായിട്ടുള്ള കെമിക്കൽ പ്രോഡക്ട്സുകളും സെപ്പറേറ്റ് ഏരിയാസിൽ സൂക്ഷിക്കേണ്ടത് നമ്മുടെ ചീഫ് ഫാർമസിസ്റ്റ് ആണ്. അതിന് വേണ്ട നേതൃത്വം നൽകേണ്ടത്. നെക്സ്റ്റ് പറയുന്നത് മെയിൻ്റനൻസ് ഓഫ് എക്സെപ്റ്റഡ് സ്റ്റോക്ക് ഓഫ് എമർജൻസി ഡ്രഗ്സ് ആൻഡ് ആന്റിഡോട്ട്സ് അല്ലെ. നമ്മുടെ എമർജൻസി ഡ്രഗ്സുകൾ, ആന്റിഡോട്ട്സുകൾ അവർക്ക് ആവശ്യമായിട്ടുള്ള അളവില് സ്റ്റോക്ക് ചെയ്യേണ്ടത്, സ്റ്റോക്ക് നിലനിർത്തേണ്ടതും നമ്മുടെ ചീഫ് ഫാർമസിസ്റ്റിന്റെ ഡ്യൂട്ടിയാണ്. ആന്റിഡോട്ട്സ് എന്ന് പറഞ്ഞാല് നമ്മൾ ഏതെങ്കിലും മരുന്നുകള് കഴിക്കുമ്പോൾ നമുക്ക് റിയാക്ഷൻ ഉണ്ടാക്കുമല്ലോ
ആന്റിബയോട്ടിക്സുകൾ അല്ലെങ്കിൽ നമുക്ക് പെയിൻ കില്ലേഴ്സ് ഒക്കെ ഉപയോഗിക്കുമ്പോൾ ചിലർക്ക് റിയാക്ഷൻ ഉണ്ടാക്കുമല്ലോ. അപ്പൊ അതിനെതിരായി നമുക്ക് കഴിക്കുന്ന മറുമരുന്ന് എന്നൊക്കെ പറയും, കേട്ടിട്ടുണ്ടോ? മറുമരുന്ന്. ആ ഒരു റിയാക്ഷനെ അവോയ്ഡ് ചെയ്യാനായിട്ട്, അത് ഇല്ലാതാക്കാനായിട്ട് കഴിക്കുന്ന മരുന്നുകളെയാണ് ആന്റിഡോട്സ് എന്ന് പറയുന്നത്. അപ്പൊ ആന്റിഡോട്സുകളും എമർജൻസി ഡ്രഗ്സുകളും ശരിയായ അളവിൽ, അവർക്ക് ആവശ്യമായിട്ടുള്ള അളവിൽ സ്റ്റോക്ക് നിലനിർത്തുക എന്നുള്ളതും നമ്മുടെ ചീഫ് ഫാർമസിസ്റ്റിന്റെ റെസ്പോൺസിബിലിറ്റീസ് ആണ്. നെക്സ്റ്റ് പറയുന്നത് ഡിസ്പെൻസിങ് ഓഫ് നർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് അക്കൗണ്ടിങ്. നമ്മൾ പറഞ്ഞു അല്ലെ, നർക്കോട്ടിക് ഡ്രഗ്സുകള് സെപ്പറേറ്റ് അതോറിറ്റിയുടെ കീഴിലായിരിക്കണം ലോക്ക് ചെയ്ത് സൂക്ഷിക്കേണ്ടതെന്ന് പറഞ്ഞു അല്ലെ. ഓർമ്മയുണ്ടോ നർക്കോട്ടിക് ഡ്രഗ്സുകൾ പഠിച്ചപ്പോ? അപ്പൊ എന്താണ് നർക്കോട്ടിക് ഡ്രഗ്സുകള് വിതരണം ചെയ്യേണ്ടതും അതിന്റെ കണക്കെടുപ്പ് അല്ലെ, അക്കൗണ്ടിങ് എത്ര മരുന്നുകളെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്, എത്ര മരുന്നുകൾ ഇനി അവിടെ സ്റ്റോക്ക് ഉണ്ട്, എത്ര മരുന്നുകൾ ഇനി ഓർഡർ കൊടുത്തിട്ടുണ്ട് അല്ലെ, അങ്ങനെയുള്ള അക്കൗണ്ട്സ് അല്ലെ, കണക്കുകൾ സൂക്ഷിക്കേണ്ടതും നമ്മുടെ ചീഫ് ഫാർമസിസ്റ്റ് ആണ്. നെക്സ്റ്റ് പറയുന്നത് ഡെസിഗ്നേഷൻ ഫോർ വേരിയസ് ഫ്ലൂയിഡ്സ് അല്ലെ. നമ്മ ഹോസ്പിറ്റലില് പലതരത്തിലുള്ള ഫ്ലൂയിഡ്സുകൾ യൂസ് ചെയ്യുന്നുണ്ട്. ഉണ്ടോ? ട്രിപ്പ്, ആന്റിബയോട്ടിക്സ്, സോഡിയം ഒക്കെ കുറഞ്ഞു പോകുമ്പോൾ അവർക്ക് ട്രിപ്പ് ഇടാറുണ്ടോ? ഉണ്ടോ? അപ്പൊ എന്താണ്, നമ്മ പലതരത്തിലുള്ള ഫ്ലൂയിഡ്സുകൾ സൂക്ഷിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഫ്ലൂയിഡ്സുകൾ എന്താണ് സെപ്പറേറ്റ് ലേബലൊക്കെ ചെയ്ത് സൂക്ഷിക്കണം. ഡെസിഗ്നേഷൻ എന്ന് പറഞ്ഞാല് ഈ ഫ്ലൂയിഡ്സുകളെ ക്ലാസിഫൈ ചെയ്ത് ഓരോന്നും അതിൻ്റെതായ രീതിയിൽ തരംതിരിച്ച് ലേബൽ ചെയ്ത് സ്പെസിഫിക്കേഷൻ കൊടുത്ത് സൂക്ഷിക്കുന്നതിനെയാണ് ഡെസിഗ്നേഷൻ എന്ന് പറയുന്നത്. അപ്പൊ പലതരത്തിലുള്ള ഫ്ലൂയിഡ്സുകൾ ലേബൽ ചെയ്ത് ക്ലാസിഫിക്കേഷൻ ചെയ്ത് സൂക്ഷിക്കേണ്ടത് നമ്മുടെ ചീഫ് ഫാർമസിസ്റ്റിന്റെ നേതൃത്വത്തിലായിരിക്കണം. നെക്സ്റ്റ് പറയുന്നത് സ്ക്രൂട്ടിനിറ്റി ഓഫ് ഡ്രഗ്സ് അറ്റ് വേരിയസ് പോയിന്റ് ഓഫ് യൂസ്. എന്താണ്, മരുന്നുകള് നമ്മ പല രീതിയിൽ യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ. ആ ഒരു വേരിയസ് പോയിന്റ്സിൽ ആ ഡ്രഗ്സുകളുടെ സ്ക്രൂട്ടിനി, സൂക്ഷ്മ പരിശോധന നടത്തേണ്ടതും നമ്മുടെ ചീഫ് ഫാർമസിസ്റ്റ് ആണ്. നമ്മ പാരസെറ്റാമോൾ ആണെങ്കിൽ നമ്മ പാരസെറ്റാമോള് ഒരു രീതിയിൽ ഒരു അസുഖത്തിന് മാത്രം ഉപയോഗിക്കുന്നുള്ളൂ. പനിക്ക് മാത്രമാണോ നമ്മൾ പാരസെറ്റാമോൾ ഉപയോഗിക്കുന്നത്? അല്ല അല്ലേ. പിന്നെ ഇതിനൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. തലവേദന വന്നാൽ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് അല്ലെ. തലവേദന വന്നാൽ ഉപയോഗിക്കും. ബോഡി പെയിൻ വന്നാൽ നമ്മൾ ഉപയോഗിക്കോ? പാരസെറ്റാമോള്, ഡോളൊക്കെ ഉപയോഗിക്കും അല്ലേ. അപ്പൊ എന്താണ്, അങ്ങനെ ഓരോ മരുന്നുകളും അതിന്റെ വേരിയസ് പോയിന്റ് ഓഫ് യൂസിൽ സൂക്ഷ്മ പരിശോധന നടത്തേണ്ടത് നമ്മുടെ ചീഫ് ഫാർമസിസ്റ്റ് ആണ്. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് പ്രിപ്പറേഷൻ ഓഫ് ഇൻഡെന്റ്സ്, ഇഷ്യൂ ആൻഡ് റെസിപ്റ്റ് വൗച്ചർ. നമ്മൾ ഇൻഡെന്റ് പഠിച്ചു അല്ലെ. എന്താണ്, ഒരു ഫാർമസിയിൽ എന്താണ് സപ്ലൈ ചെയ്യുന്നതിനുള്ള റിക്വസിഷനെയോ അല്ലെങ്കിൽ അവർക്ക് പർച്ചേസ് ചെയ്യാനുള്ള ഓർഡറിനെയാണ് ഇൻഡെന്റ് എന്ന് പറയുന്നത്. അപ്പൊ അവർക്ക് പർച്ചേസ് ചെയ്യണമെങ്കിൽ ഏതൊക്കെ മരുന്നുകൾ വേണമെന്ന് ഒരു ലിസ്റ്റ് ഉണ്ടാക്കണ്ടേ? ഒരു പർച്ചേസ് ഓർഡർ ഉണ്ടാക്കണം അല്ലെ. വേണോ? വേണം അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഇൻഡെന്റ് പ്രിപ്പയർ ചെയ്യുന്നതും തയ്യാറാക്കുന്നതും അത് നമ്മുടെ സപ്ലയേഴ്സിന് ഇഷ്യൂ ചെയ്യുന്നതും അതിന്റെ റെസിപ്റ്റ് വൗച്ചറൊക്കെ കൈപ്പറ്റുന്നതും ഒക്കെ നമ്മുടെ ചീഫ് ഫാർമസിസ്റ്റ് ആണ്. ഓക്കെ ആണോ? എന്താണ്, ഫാർമസിയിലേക്ക് ആവശ്യമായി വരുന്ന ഡ്രഗ്സുകളുടെ പർച്ചേസിംഗ് ഓർഡേഴ്സ് തയ്യാറാക്കുന്നതും അത് നമ്മുടെ സപ്ലയേഴ്സിന് ഇഷ്യൂ ചെയ്യുന്നതും അതിന്റെ റെസിപ്റ്റ് വൗച്ചർ കൈപ്പറ്റി അതെല്ലാം സൂക്ഷിക്കുന്നതും നമ്മുടെ ചീഫ് ഫാർമസിസ്റ്റ് ആണ്. നെക്സ്റ്റ് പറയുന്നത് ഇൻവെന്ററി കൺട്രോൾ അല്ലെ. ഇൻവെന്ററി എന്ന് പറഞ്ഞാൽ എന്താ? സ്റ്റോക്ക് ആണോ? ബിക്കോമാരൊക്കെ ഉണ്ടെങ്കിൽ അറിയാം. ഇൻവെന്ററി എന്ന് പറഞ്ഞാൽ സ്റ്റോക്ക് ആണ് അല്ലെ. സ്റ്റോക്ക് എന്ത് ചെയ്യാ? കൺട്രോൾ ചെയ്യുക അല്ലെ, നിയന്ത്രിക്കുക. എങ്ങനെയാണ് സ്റ്റോക്ക് നിയന്ത്രിക്കേണ്ടത്? ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള അല്ലെ, എന്താണ്, നമുക്കറിയാം പലതരത്തിലുള്ള ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് അല്ലെ. ഈ എല്ലാ വാർഡുകളിലേക്ക്, ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിലേക്ക്, ഓപ്പറേഷൻ തിയേറ്റേഴ്സിലേക്ക്, ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിലേക്കൊക്കെ ആവശ്യമായിട്ടുള്ള മരുന്നുകൾ എവിടെ നിന്നാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്? ഔട്ട് പേഷ്യന്റിന്, ഒപിയിലേക്ക് വരുന്ന പേഷ്യൻസിനൊക്കെ ഫാർമസിയിൽ നിന്നല്ലേ? ഫാർമസിയിൽ നിന്നാണോ?
ആണ്. അപ്പൊ ആ ഒരു മരുന്നുകൾ എന്താണ് സ്റ്റോക്ക് നിയന്ത്രിക്കേണ്ടത്. ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഫാർമസ്യൂട്ടിക്കൽ പ്രോഡക്ട്സുകളുടെ സ്റ്റോക്ക് നിയന്ത്രിക്കേണ്ടത് ചീഫ് ഫാർമസിസ്റ്റ് ആണ്. നെക്സ്റ്റ് പറയുന്നത് മെയിന്റനൻസ് ഓഫ് സ്റ്റോഴ്സ്, ലെഡ്ജേഴ്സ് ആൻഡ് റെക്കോർഡ്സുകൾ. എന്താണ് നമ്മുടെ ഫാർമസി സ്റ്റോഴ്സിലെ പ്രവർത്തനങ്ങൾ കൺട്രോൾ ചെയ്യേണ്ടതും അത് നിലനിർത്തേണ്ടതും. കൂടാതെ നമ്മൾ പറഞ്ഞു അല്ലെ, ഫാർമസിയിലുള്ള പലതരത്തിലുള്ള റെക്കോർഡ്സുകളും ലെഡ്ജേഴ്സ് ഒക്കെ പറഞ്ഞു നമ്മ. രജിസ്റ്റേഴ്സ്, ലെഡ്ജർ അല്ലെ, സ്റ്റോക്ക് ലെഡ്ജർ, ആന്റിബയോട്ടിക് പോളിസി, എക്സ്പയറി ഡേറ്റ് ഡ്രഗ്സുകള്, റെക്കോർഡ്സുകള്, ഇൻസ്പെക്ഷൻ റെക്കോർഡ്സുകൾ പറഞ്ഞോയോ? ഇൻജന്റ്, ഫോർമുലറി അല്ലേ. അപ്പൊ ഇങ്ങനെയുള്ള ഫാർമസിയിലെ എന്താണ് രജിസ്റ്റേഴ്സും ലെഡ്ജറും റെക്കോർഡ്സുകളും നിലനിർത്തേണ്ടതും അതെല്ലാം സൂക്ഷിക്കേണ്ടതും നമ്മുടെ ചീഫ് ഫാർമസിസ്റ്റ് ആണ്. നെക്സ്റ്റ് പറയുന്നത് പ്രൊവിഷൻ ഓഫ് ഓൾട്ടർനേറ്റ് ഇലക്ട്രിസിറ്റി സപ്ലൈ അല്ലെ. നമ്മുടെ ഫാർമസിയിലേക്ക് ആവശ്യമായിട്ടുള്ള അവരുടെ പ്രവർത്തനങ്ങൾക്ക് മതിയായിട്ടുള്ള കറണ്ട് സപ്ലൈ ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തേണ്ടതും നമ്മുടെ ചീഫ് ഫാർമസിസ്റ്റ് ആണ് അല്ലെ. നമ്മൾ പറഞ്ഞു വേരിയസ് ടൈപ്പ് ഓഫ് ഡ്രഗ്സുകൾ ഉണ്ട് അല്ലെ. അതിൽ നമ്മൾ എന്ത് പറഞ്ഞു? കോൾഡ് സ്റ്റോറേജ് ഡ്രഗ്സുകൾ പറഞ്ഞു അല്ലെ. ആണോ? എന്താണ് മിണ്ടാത്തെ? പറഞ്ഞോ? അപ്പൊ അതിനൊക്കെ കോൾഡ് സ്റ്റോറേജ് ചെയ്ത് സൂക്ഷിക്കണമെങ്കിൽ അതിന് എന്ത് വേണം? തണുപ്പിച്ച് റെഫ്രിജറേറ്റേഴ്സിലൊക്കെ സൂക്ഷിക്കണമെങ്കിൽ എന്ത് വേണം? കറണ്ട് വേണോ? ഇലക്ട്രിസിറ്റി വേണോ? അപ്പൊ ഫാർമസിയിലെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള അല്ലെ എന്താണ് കറണ്ട് സപ്ലൈ ഉണ്ടോ എന്ന് ഉറപ്പാക്കേണ്ടതും നമ്മുടെ ചീഫ് ഫാർമസിസ്റ്റ് ആണ്. നെക്സ്റ്റ് പറയുന്നത് സ്ക്രൂട്ടിനി ആൻഡ് ക്വാളിറ്റി കൺട്രോൾ അല്ലെ. എന്താണ് നമ്മൾ പറഞ്ഞു അല്ലെ, ഹോസ്പിറ്റലില് മാനുഫാക്ചറിങ് ചെയ്യുന്ന മരുന്നുകളായിക്കോട്ടെ, അവര് സപ്ലയേഴ്സിൽ നിന്ന് വാങ്ങിക്കുന്ന മരുന്നുകളായിക്കോട്ടെ, എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു? സൂക്ഷ്മ പരിശോധന നടത്തണം അല്ലെ. കൂടാതെ ക്വാളിറ്റി ടെസ്റ്റ് ഒക്കെ നടത്തണോ? ക്വാളിറ്റി ടെസ്റ്റ് നടത്തണോ? സ്റ്റാൻഡേർഡ് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ക്വാളിറ്റി കൺട്രോൾ അല്ലെ, ഗുണനിലവാര നിയന്ത്രണവും അതിന്റെ സൂക്ഷ്മ പരിശോധന നടത്തുന്നതും നമ്മുടെ ചീഫ് ഫാർമസിസ്റ്റിന്റെ നേതൃത്വത്തിലാണ്. നെക്സ്റ്റ് പറയുന്നത് ടീച്ചിങ് ആൻഡ് ട്രെയിനിങ് ഓഫ് ഫാർമസിസ്റ്റ് അല്ലെ. എന്താണ് പുതിയ മരുന്നുകൾ നമ്മുടെ ഫാർമസിയിൽ സ്റ്റോക്ക് ചെയ്യുമ്പോൾ, അതല്ലെങ്കിൽ പുതിയ സ്റ്റാഫുകൾ ഫാർമസിയിലേക്ക് അപ്പോയിന്റ്മെന്റ് ചെയ്യുമ്പോൾ അവർക്ക് എന്ത് പറഞ്ഞു കൊടുക്കണം? നമ്മുടെ ഫാർമസിയിലെ പ്രവർത്തനങ്ങളെ കുറിച്ചും മരുന്നുകളെ കുറിച്ചുള്ള ഒരു അവബോധം, ടീച്ചിങ് കൊടുക്കണോ? പഠിപ്പിച്ചു കൊടുക്കണം അല്ലേ. പഴയ സ്റ്റാഫ് പുതിയ സ്റ്റാഫുകളാണെങ്കിൽ അവർക്ക് അതിനുവേണ്ട പരിശീലനങ്ങൾ കൊടുക്കണം അല്ലെ, ട്രെയിനിങ് കൊടുക്കണം. അതെല്ലാം ചെയ്യുന്നത് നമ്മുടെ ചീഫ് ഫാർമസിസ്റ്റിന്റെ നേതൃത്വത്തിലാണ് കേട്ടോ. നെക്സ്റ്റ് പറയുന്നത് പീരിയോഡിക് യൂട്ടിലൈസേഷൻ റിപ്പോർട്ട് ഓഫ് ഫാർമസി. എന്താണ്? ഫാർമസിയിലെ മരുന്നുകളുടെ റിപ്പോർട്ട് തയ്യാറാക്കൽ അല്ലെ. ഇപ്പൊ ഫാർമസിയിൽ നമ്മൾ വിതരണം ചെയ്യുന്ന മരുന്നുകളായിക്കോട്ടെ, അത് ഉപയോഗിക്കുന്ന മരുന്നുകളായിക്കോട്ടെ, അതിനൊക്കെ റിപ്പോർട്ട് തയ്യാറാക്കണ്ടേ? ഓരോ മരുന്നുകളും വിതരണം ചെയ്തിട്ടുണ്ട് അല്ലെ, പേഷ്യൻസിന് വിതരണം ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള റിപ്പോർട്ടുകൾ ഫാർമസിയിലെ യൂട്ടിലൈസേഷൻ ചെയ്യുന്ന മരുന്നുകളുടെ റിപ്പോർട്ടുകൾ തയ്യാറാക്കുന്നത്, അത് അപ്ഡേറ്റ് ചെയ്തോണ്ടിരിക്കണം അല്ലെ. ഓരോ ദിവസം അപ്ഡേറ്റ് ചെയ്യണ്ടേ ഫാർമസിയിലെ സ്റ്റോക്ക് കുറയുന്നതിനനുസരിച്ച്. അപ്പൊ അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നത് ചീഫ് ഫാർമസിസ്റ്റ് ആണ് കേട്ടോ. നെക്സ്റ്റ് പറയുന്നത് പേഷ്യന്റ് എഡ്യൂക്കേഷൻ. എന്താണ്? നമ്മളിപ്പോ മരുന്നുകൾ ഫാർമസി ചെയ്യുന്ന മരുന്നുകൾ വാങ്ങിക്കുമ്പോൾ നമ്മൾ വെറുതെ വാങ്ങിച്ചുകൊണ്ട് പോവാണോ മരുന്നുകള്? ആണോ? അല്ല, നമുക്ക് പറഞ്ഞു തരില്ലേ മരുന്ന് എപ്പോഴാണ് കഴിക്കേണ്ടത് അല്ലെ, ഏത് അസുഖത്തിനാണ് ആ മരുന്ന് കഴിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു തരാറുണ്ടോ? ഒരു എഡ്യൂക്കേഷൻ തരാറുണ്ടോ? ഇല്ലേ? അപ്പൊ അങ്ങനെ പേഷ്യൻസിന് എഡ്യൂക്കേഷൻ കൊടുക്കേണ്ടതും നമ്മുടെ ചീഫ് ഫാർമസിസ്റ്റ് ആണ്. ഓരോ മരുന്നുകളെ കുറിച്ചുള്ള ഉപയോഗത്തെ കുറിച്ച്, അത് എപ്പോഴാണ് കഴിക്കേണ്ടത്, അത് ഏത് അസുഖത്തിനാണ് ഉപയോഗിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കേണ്ടത് നമ്മുടെ ചീഫ് ഫാർമസിസ്റ്റ് ആണ്. ഓക്കെ ആണോ? ഫാർമസി എന്നുള്ള ചാപ്റ്റർ ഓക്കെ ആണോ നിങ്ങൾക്ക്? ഓക്കെ ആണോ? ഇപ്പൊ അടുത്ത ഭാഗം ഓക്കെ ആണോ?
വായിച്ചു നോക്കണോ? ആ ചാപ്റ്റർ വായിച്ചു നോക്കണോ? പെട്ടെന്ന് ഒന്ന് വായിച്ചു നോക്കിയേ. എന്നിട്ട് മിസ് നെക്സ്റ്റ് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്ത് തരാം. എന്നിട്ട് നമുക്ക് നെക്സ്റ്റ് ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാം. വേഗം ഒന്ന് വായിച്ചു നോക്കിയേ. പിൽഫറേജ് എന്ന് പറഞ്ഞാല് കളവ്, മോഷണം. ഒന്ന് വായിച്ചു നോക്കിയേ പെട്ടെന്ന് കേട്ടോ. എന്നിട്ട് നമുക്ക് നെക്സ്റ്റ് ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാം മിസ് കേട്ടോ. നമുക്ക് കുറെ ക്ലാസ്സുകൾ പോവുകയാണ് അല്ലെ. ഫ്രൈഡേ മിസ്സിന്റെ മിക്ക ക്ലാസ്സുകളും പോവുകയാണ്. ചീഫ് ഫാർമസിസ്റ്റിന്റെ ഡ്യൂട്ടീസ് ഒന്ന് അടയാളപ്പെടുത്തിയിടാം കേട്ടോ. അതിൽ നിന്ന് ക്വസ്റ്റ്യൻ വരാറുണ്ട്. പ്രോബ്ലംസ് ഓഫ് ഫാർമസി സർവീസ് നമുക്ക് ക്വസ്റ്റ്യൻ വരാറുണ്ട്. ഫിനാൻസ് ഒന്നുകൂടി പറഞ്ഞുതരാം കേട്ടോ. ഫിനാൻസില് ഫസ്റ്റ് പറയുന്നത് നമ്മുടെ ഫാർമസി പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഫണ്ട് പ്രൈമറി സോഴ്സ്, പ്രാഥമിക ഉറവിടം എന്ന് പറയുന്നത് നമ്മുടെ പേഷ്യൻസിന്റെ കയ്യിൽ നിന്ന് അവരുടെ മരുന്നുകളുടെ ചാർജ് ആയിട്ട് ഈടാക്കാറില്ലേ, ആ ഒരു ഫണ്ടിൽ നിന്നാണ് അവർക്ക് പ്രാഥമിക ഫണ്ട് അവർ സ്വരൂപിക്കുന്നത്. രണ്ടാമത്തെന്ന് പറയുന്നത് ചില പേഷ്യൻസിന് എന്തുണ്ട്, ക്ലെയിം ഒക്കെ ഉണ്ട് അല്ലെ, ഇൻഷുറൻസ് ഒക്കെ ഉണ്ട്. അപ്പൊ അവരുടെ പേയ്മെന്റ് ആരാ ചെയ്യുന്നത്? പേഷ്യൻസ് തന്നെ ചെയ്യാറുണ്ടോ? ഇൻഷുറൻസ് ആരായിരിക്കും അല്ലെ പേയ്മെന്റ് നടത്തുന്നത് അല്ലെ? ക്ലെയിം ഒക്കെ ഉണ്ടെങ്കിൽ ആ ഇൻഷുറൻസ് കമ്പനിയല്ലേ മരുന്നുകൾ. അപ്പൊ ആ ഒരു രീതിയിൽ ഒന്നില്ലെങ്കിൽ എന്താണ് നമ്മുടെ പേയ്മെന്റ് ഫുൾ ആയിട്ട് പേയ്മെന്റ് ചെയ്യുന്നു, അതല്ലെങ്കിൽ തേർഡ് പാർട്ടി അഡ്മിനിസ്ട്രേറ്റർ അല്ലെ, അതായത് ഇൻഷുറൻസോ ക്ലെയിമോ ആ ഒരു രീതിയിൽ അവരുടെ മരുന്നുകളുടെ പേയ്മെന്റ് ലഭിക്കുന്നു അല്ലെ. അതും ഒരു എന്താണ് നമ്മുടെ ഫാർമസിയിലെ പ്രവർത്തനങ്ങൾക്ക് കിട്ടുന്ന ഒരു ഫണ്ട് അല്ലേ അല്ലേ? തേർഡ് പാർട്ടിയിൽ നിന്ന് അല്ലെ, ഇൻഷുറൻസുകാരിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ ക്ലെയിമുകാരിൽ നിന്നൊക്കെ ലഭിക്കുന്ന ആ ഒരു പൈസ. നെക്സ്റ്റ് പറയുന്നത് റിസർച്ച് വർക്കുകളുടെ ഭാഗമായിട്ട് അല്ലെ, നമുക്ക് ഗവേഷണങ്ങൾ നടത്താനായിട്ട് ഗവൺമെന്റിൽ നിന്ന് ഫണ്ടുകൾ ലഭിക്കാറില്ലേ? ഹോസ്പിറ്റലിലായാലും ഗവേഷണങ്ങൾക്ക് വേണ്ടിയിട്ട് കിട്ടാറുണ്ടോ? കിട്ടാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള റിസർച്ച് വർക്കുകളുടെ ഭാഗമായിട്ട് കിട്ടുന്നത്. അതല്ലെങ്കിൽ എന്താണ്, അവർ റിസർച്ചുകളൊക്കെ ചെയ്തു കഴിഞ്ഞിട്ട് പുതിയ മരുന്നുകൾ അവർ കണ്ടുപിടിച്ചു കഴിഞ്ഞാല് അത് വിപണിയിൽ അവര് വിറ്റ് കഴിഞ്ഞാൽ അവർക്ക് പൈസ കിട്ടോ മറ്റു മെഡിക്കൽ ഫാർമസികളിലേക്ക്? പൈസ കിട്ടോ? കിട്ടും അല്ലെ. അപ്പൊ അതൊരു ഫണ്ടാണ് അല്ലെ. എന്താണ്, റിസർച്ച് വർക്കുകളുടെ ഭാഗമായിട്ട് ഒന്നില്ലെങ്കിൽ ഗവൺമെന്റിൽ നിന്നൊക്കെ അവർക്ക് എന്താണ് ഗ്രാന്റ് ആയിട്ട് കിട്ടുന്നത് അല്ലെ, എന്താണ് റിസർച്ചുകൾക്കൊക്കെ വേണ്ടി ഗ്രാന്റ് ഒക്കെ കിട്ടുന്നത് അല്ലെ. അതല്ലെങ്കിൽ എന്താണ് റിസർച്ചുകളൊക്കെ ചെയ്ത് അവർ പുതിയ മെഡിസിൻ ഒക്കെ പ്രിപ്പയർ ചെയ്തിട്ട് അവർ വിപണിയിൽ എന്താണ് വിറ്റ് കഴിഞ്ഞാൽ സെയിൽ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുമ്പോഴും അതുവഴി അവർക്ക് എന്തുണ്ട്, പൈസ ലഭിക്കുന്നുണ്ട് അല്ലെ, ഫിനാൻസ് ലഭിക്കുന്നുണ്ട്. നെക്സ്റ്റ് പറയുന്നത് എന്താണ്, ഇൻവെസ്റ്റ്മെന്റ് എൻഡോമെന്റ് ഫണ്ട്. എന്താണ്, ഫാർമസിയിലെ പ്രവർത്തനങ്ങൾക്ക് മാത്രമായിട്ട് അവർക്ക് ഡൊണേഷൻ ഒക്കെ കിട്ടാറില്ലേ? നമ്മ പറഞ്ഞ പോലെ എന്താണ്, സ്കൂളില് സ്കോളർഷിപ്പിന്റെ ഫണ്ട് ലഭിക്കുന്നത് ഗവൺമെന്റിൽ നിന്ന്. ആ ഒരു ഫണ്ട് അവർക്ക് വേറെ എന്തെങ്കിലും കാര്യത്തിന് യൂസ് ചെയ്യാൻ പറ്റുമോ? കുട്ടികൾക്ക് ജസ്റ്റ് സ്കോളർഷിപ്പ് കൊടുക്കാൻ മാത്രമാണ് അല്ലെ അവർ ആ ഒരു ഫണ്ട് ഉപയോഗിക്കുന്നത്. അതേപോലെ എന്താണ്, നമ്മുടെ
ഫാർമസിയിലെ പ്രവർത്തനങ്ങൾക്ക് മാത്രമായിട്ട് നമ്മുടെ മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ പുറത്തു നിന്നോ എന്താണ് അവർക്ക് എൻഡോമെന്റ് ഫണ്ടുകൾ ലഭിക്കുന്നത്. ഇത് ഫാർമസിയുടെ ഒരു സ്പെസിഫിക് പോളിസികൾ, പ്രത്യേക നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ ഫാർമസിയുടെ പ്രവർത്തനങ്ങൾക്ക് മാത്രമാണ് അവർക്ക് അത് ഇൻവെസ്റ്റ് ചെയ്യാനും അവർക്ക് ആ ഒരു പൈസ വിത്ഡ്രോ ചെയ്ത് യൂസ് ചെയ്യാനും സാധിക്കുകയുള്ളൂ. അങ്ങനെയുള്ള എൻഡോമെന്റ് ഫണ്ടുകൾ. ഓക്കെ ആണോ? ഇത് സ്കോളർഷിപ്പ് ഫണ്ട് അങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കാം കേട്ടോ. ഫാർമസിയുടെ പ്രവർത്തനങ്ങൾക്ക് മാത്രമായിട്ട് മാനേജ്മെന്റിൽ നിന്നോ അല്ലെങ്കിൽ പുറത്തു നിന്നുള്ള ഗവൺമെന്റിൽ നിന്നോ ഒക്കെ അവർക്ക് എന്ത് കിട്ടുന്നത്? ഡൊണേഷൻ കിട്ടുന്നത്. ഓക്കെ ആണോ? അത് നെക്സ്റ്റ് പറയുന്നത് ഗിഫ്റ്റ്സ്, കോൺട്രിബ്യൂഷൻ ടുവേർഡ്സ് ജനറൽ ഫങ്ഷൻസ് എക്സ്പെൻസ് അല്ലെ. പൊതുവായ പ്രവർത്തനങ്ങൾക്ക് അവർക്ക് ലഭിക്കുന്ന കോൺട്രിബ്യൂഷൻസ്, സംഭാവനകളൊക്കെ ഉണ്ടാവുമല്ലോ. ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങൾക്ക് ലഭിക്കുന്ന കോൺട്രിബ്യൂഷൻസ്, സംഭാവനകൾ അല്ലെങ്കിൽ മറ്റു ആളുകളൊക്കെ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുമല്ലോ. അപ്പൊ അതിൽ നിന്ന് അവർക്ക് എടുക്കാലോ. ഫാർമസിയുടെ പ്രവർത്തനങ്ങൾക്ക് എടുക്കാലോ. മരുന്നുകൾ വാങ്ങുന്നതിനോ അല്ലെങ്കിൽ ഫാർമസിയുടെ ഇൻഫ്രാസ്ട്രക്ചറിൽ വ്യത്യാസങ്ങൾ വരുത്തുന്നതിനോ ഒക്കെ എടുക്കാലോ. പൊതുവായി ജനറൽ ഫങ്ഷൻസിന് കിട്ടുന്ന പൈസ എന്താണ്? ജനറൽ ഫങ്ഷൻസ് എക്സ്പെൻസസ് അല്ലെ. എന്താണ്? പൊതുവായിട്ടുള്ള പ്രവർത്തനങ്ങളുടെ ചെലവിലേക്ക് കിട്ടുന്ന സംഭാവനകളോ ഗിഫ്റ്റുകളൊക്കെ എന്ത് നമുക്ക് ഫാർമസി പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാനായി സാധിക്കുന്നത്. ഇങ്ങനെ 5 രീതിയിലാണ് ഫാർമസിയിലേക്ക് വേണ്ട ഫണ്ടുകൾ ലഭിക്കുന്നത്. ഓക്കെ ആണോ? അഭിനവ് ഓക്കെ. ബാക്കിയൊക്കെ ഓക്കെ ആണോ? ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം, ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം HIS. എന്ന് വെച്ചാല് നമ്മുടെ പേഷ്യൻസിന്റെ സിസ്റ്റം വഴി പേഷ്യൻസിന്റെ വിവരങ്ങളെല്ലാം സ്റ്റോർ ചെയ്ത് വെക്കില്ലേ ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിലേക്ക്. പേഷ്യൻസിന്റെ വിവരങ്ങള്, അവരുടെ ടെസ്റ്റുകള്, അവർക്ക് ചെയ്ത മരുന്നുകള്, ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങള് എല്ലാം ഇൻഫർമേഷൻ സിസ്റ്റത്തിലേക്ക് സ്റ്റോർ ചെയ്ത് വെക്കുന്നത് ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം. ഓക്കെ ആണോ? ബാക്കിയെല്ലാം ഓക്കെ ആണോ? പുതിയ ചാപ്റ്റർ തുടങ്ങാലോ. ഓക്കെ ആണോ? ഫാർമസി ഓക്കെ ആണോ? പുതിയ ചാപ്റ്റർ തുടങ്ങാന്നുണ്ട് അല്ലെ. ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ്. ബയോമെഡിക്കൽ വേസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ബയോമെഡിക്കൽ വേസ്റ്റ് കേട്ടിട്ടുണ്ടോ? മെഡിക്കൽ വേസ്റ്റ് ആ പേരിലുണ്ട്, മെഡിക്കൽ വേസ്റ്റ്. ആരോഗ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന വേസ്റ്റുകൾ അല്ലെ. ജീവശാസ്ത്ര പഠന സമയത്തും ചികിത്സാ സമയത്തും ഒക്കെ എന്താണ്? ട്രീറ്റ്മെന്റിന്റെ സമയത്തും ടെസ്റ്റുകളുടെ സമയത്തും ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന വേസ്റ്റുകൾ അല്ലേ. അതാണ് ബയോമെഡിക്കൽ വേസ്റ്റുകൾ. ഇത് എവിടെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഹോസ്പിറ്റലിൽ മാത്രമാണോ ഈ ബയോമെഡിക്കൽ വേസ്റ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ആണോ? ആണോ? അല്ല. വേറെ എവിടെയൊക്കെയുണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്? ടെസ്റ്റിംഗ് സെന്റേഴ്സില്, ലാബുകളില് അല്ലെ, ഡയാലിസിസ് സെന്റേഴ്സില് അല്ലെ, ലാബ്സില്, ഡയാലിസിസ് സെന്റേഴ്സില്, ഔട്ട് പേഷ്യന്റ് ക്ലിനിക്കുകളില് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടോ? ബ്ലഡ് ബാങ്കില് അല്ലെ, ബ്ലഡ് ബാങ്കില്, റിസർച്ച് സെന്റേഴ്സില് അല്ലെ ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന വേസ്റ്റുകൾ, മെഡിക്കൽ എന്താണ്? ആരോഗ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വേസ്റ്റുകളെയാണ് ബയോമെഡിക്കൽ വേസ്റ്റ് എന്ന് പറയുന്നത്. നമുക്ക് ഒരു 5 വർഷം മുമ്പ് അല്ലെങ്കിൽ ഒരു 6 വർഷം സ്കാൻ സെന്റേഴ്സിൽ ഓക്കെ ഒരു 6-7 വർഷം മുമ്പുള്ള വേസ്റ്റുകളാണോ ഇന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ആണോ? അല്ല. എന്തുകൊണ്ടാണ്? ഒരുപാട് ഫെസിലിറ്റീസ് വന്നു അല്ലെ.
ഫെസിലിറ്റീസ്, ഹോസ്പിറ്റലിലൊക്കെ ഫെസിലിറ്റീസ് അല്ലെങ്കിൽ ട്രീറ്റ്മെന്റുകളൊക്കെ കൂടുന്നതിനനുസരിച്ച് വേസ്റ്റുകൾ കൂടുമോ? കൂടും. കൂടാതെ എന്താണ്, നമ്പർ ഓഫ് ഹോസ്പിറ്റലിന്റെ എണ്ണത്തിലെ വ്യത്യാസങ്ങൾ ഉണ്ടോ? 5 വർഷം മുമ്പുള്ള ഹോസ്പിറ്റലുകൾ മാത്രമാണോ ഇന്നുള്ളത്? അല്ല അല്ലെ. ഒരുപാട് ഹോസ്പിറ്റൽ, പുതിയ ടെക്നോളജീസ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരുപാട് ഹോസ്പിറ്റൽ വന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ ഇതിന്റെയൊക്കെ ഭാഗമായിട്ട് നമ്മുടെ എന്താണ്, നമ്മുടെ രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വേസ്റ്റുകൾ എന്താണ്, കൂടുകയാണ് അല്ലെ, ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ നോക്കാം നമുക്ക് introduction. Now, biomedical waste management introduction. The amount of garbage produced by healthcare institution has increased as a result of growing medical advancement and new hospital construction for better health care. Like, നമുക്ക് എന്താണ്, നല്ല രീതിയിലുള്ള ആരോഗ്യ പരിചരണം നൽകുന്നതിന് വേണ്ടിയിട്ട് പുതിയ ഹോസ്പിറ്റലുകൾ നിർമ്മിക്കുന്നതിന്റെ ഭാഗമായിട്ടും ഹോസ്പിറ്റലിലെ മെഡിക്കൽ അഡ്വാൻസ്മെന്റിന്റെ ഭാഗമായിട്ട് അല്ലെ, മെഡിക്കൽ പുരോഗതിയുടെ ഭാഗമായിട്ടും എന്താണ്, പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗാർബേജുകളുടെ അല്ലെ, മാലിന്യങ്ങളുടെ അളവ്, ക്വാണ്ടിറ്റി എന്താണ്, ഇൻക്രീസ് കൂടുകയാണ് ഉണ്ടായിട്ടുള്ളത്. ഓക്കെ ആണോ? ഒന്നുകൂടെ പറയാം. എന്താണ്, നമുക്ക് നല്ല രീതിയിലുള്ള ആരോഗ്യ പരിചരണം നൽകുന്നതിന് വേണ്ടി, ഇപ്പൊ നമുക്ക് നല്ല രീതിയിൽ ആരോഗ്യ പരിചരണം നൽകുന്നതിന് വേണ്ടി എന്തായിരിക്കും അവർ കൂടുതലായിട്ട് കൊടുക്കുന്നത്? ഒരുപാട് ഫെസിലിറ്റീസ് കൊണ്ടുവന്നിട്ടുണ്ടാവും അല്ലെ. ഒരുപാട് ട്രീറ്റ്മെന്റുകൾ കൊണ്ടുവന്നിട്ടുണ്ടാവും അല്ലെ, പല രീതിയിലുള്ള ട്രീറ്റ്മെന്റുകൾ കൊണ്ടുവന്നിട്ടുണ്ടാവും അല്ലെ. അപ്പൊ അങ്ങനെയുള്ള എന്താണ്, ബെറ്റർ ഹെൽത്ത് കെയറിന്റെ ഭാഗമായിട്ട് പുതിയ ഹോസ്പിറ്റലുകൾ കൺസ്ട്രക്ട് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടും വർദ്ധിച്ചു വരുന്ന മെഡിക്കൽ അഡ്വാൻസ്മെന്റിന്റെ ഭാഗമായിട്ടും നമ്മുടെ ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെ, ആരോഗ്യ സംരക്ഷണ സ്ഥാപനങ്ങൾ ഉൽപ്പാദിക്കപ്പെടുന്ന മാലിന്യങ്ങളുടെ അളവ് വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്, അനുദിനം വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ ആണോ? ാണോ? നെക്സ്റ്റ് പറയുന്നത്, waste from any medical practice in healthcare facility, testing centers and laboratories are referred to as healthcare waste or biomedical waste. എന്താണ്, നമ്മുടെ ഹെൽത്ത് കെയർ ഫെസിലിറ്റീസിന്റെ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട്, ടെസ്റ്റിംഗ് സെന്ററിൽ ടെസ്റ്റിങ്ങുകളുടെ ഭാഗമായിട്ട്, ലബോറട്ടറിയിലൊക്കെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വേസ്റ്റുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഹെൽത്ത് കെയർ വേസ്റ്റ് അതല്ലെങ്കിൽ ബയോമെഡിക്കൽ വേസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ആരോഗ്യ പരിപാലന കേന്ദ്രങ്ങള്, ടെസ്റ്റിംഗ് സെന്റേഴ്സ്, ലാബ് എന്നിവയിലെ ഏതെങ്കിലും മെഡിക്കൽ പ്രാക്ടീസ് എന്നീ ഹെൽത്ത് കെയർ ഫെസിലിറ്റീസിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വേസ്റ്റുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഹെൽത്ത് കെയർ വേസ്റ്റ് അതല്ലെങ്കിൽ ബയോമെഡിക്കൽ വേസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റല് അല്ലെ, ഡയാലിസിസ് സെന്റേഴ്സ് അല്ലെ. അപ്പൊ ഹെൽത്ത് കെയർ ഫെസിലിറ്റീസില്, ടെസ്റ്റിംഗ് സെന്റേഴ്സില്, ലബോറട്ടറീസില് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന വേസ്റ്റുകളെയാണ് ഹെൽത്ത് കെയർ വേസ്റ്റ് അതല്ലെങ്കിൽ ബയോമെഡിക്കൽ വേസ്റ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നോക്കി, ഹെൽത്ത് കെയർ വർക്കേഴ്സ്, ദ ജനറൽ പബ്ലിക് ആൻഡ് ദ നിയർ ബൈ ഫ്ലോറ ആൻഡ് ഫോണ ആർ ഓൾ അറ്റ് റിസ്ക് ഫ്രം ഹോസ്പിറ്റൽ ട്രാഷ്. ഹോസ്പിറ്റൽ ട്രാഷ് എന്ന് പറഞ്ഞാല് മാലിന്യം എന്നാണ് കേട്ടോ. ഹോസ്പിറ്റലിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന മാലിന്യങ്ങളിൽ നിന്ന് അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾക്ക് മാത്രമാണ് റിസ്ക് ഉണ്ടാകുന്നത്. അത് ശരിയായ രീതിയിൽ ഡിസ്പോസ് ചെയ്യാത്തത് കൊണ്ട് അപകടങ്ങൾ ഉണ്ടാകുന്നത്, ഇൻഫെക്ഷൻസും മറ്റ് അസുഖങ്ങളൊക്കെ ഉണ്ടാകുന്നത് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾക്ക് മാത്രമാണോ? അല്ല അല്ലെ. നമ്മളായ പേഷ്യൻസിനുണ്ട് അല്ലെ, പൊതുജനങ്ങൾക്കുണ്ടോ? ആ ഹോസ്പിറ്റലിലെ ചുറ്റുവട്ടത്തുള്ള ആളുകൾക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാറുണ്ടോ, റിസ്കുകൾ ഉണ്ടാകാറുണ്ടോ? പിന്നെ ആ ഒരു ഹോസ്പിറ്റലിന് ചുറ്റുമുള്ള ജന്തുജാലങ്ങൾക്ക്, സസ്യജന്തുജാലങ്ങൾക്ക് വരാറുണ്ടോ? ഫ്ലോറ എന്ന് പറഞ്ഞാല് സസ്യജാലങ്ങള്, ഫോണ എന്ന് പറഞ്ഞാല് ജന്തുജാലങ്ങൾ ഇല്ലേ. അപ്പൊ എന്താണ്, ഈ ഒരു ഹോസ്പിറ്റൽ ട്രാഷ് കൊണ്ട്, ഹോസ്പിറ്റലിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഈ ഗ്യാർബേജ് മാലിന്യം കൊണ്ട്
നമ്മുടെ ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഹെൽത്ത് കെയർ ഫെസിലിറ്റീസിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾക്കും നമ്മുടെ ജനറൽ പബ്ലിക്കിനും സസ്യജന്തുജാലങ്ങൾക്കും ഇതുമൂലം അപകടങ്ങൾ റിസ്കുകൾ ഉണ്ടാകുന്നു. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് hospital and other health care facilities issues with waste disposal have grown to be cause of rising concern. Like നമ്മുടെ ഹോസ്പിറ്റലിലും മറ്റ് ആരോഗ്യ പരിചരണ ഫെസിലിറ്റീസിലും അവരിൽ ഉയർന്നു വരുന്ന ഒരു വെല്ലുവിളി എന്ന് പറയുന്നത് എന്താണ്? അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന വേസ്റ്റുകളെ ഡിസ്പോസ് ചെയ്യുക എന്നുള്ളതാണ് അല്ലെ, നിർമ്മാർജ്ജനം ചെയ്യുന്നത്. നമ്മുടെ വീട്ടില് നമുക്ക് സാധാരണ നോർമൽ രീതിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന വേസ്റ്റുകൾ നമുക്കറിയാം എങ്ങനെയാണ് അല്ലെ ഡിസ്പോസ് ചെയ്യേണ്ടതെന്ന് അല്ലെ. നമ്മ അതൊക്കെ ഒരു സ്ഥലത്ത് കൂട്ടിയിട്ടിട്ട് കത്തിച്ച് കളയും. ആണോ? ആണ്. പക്ഷെ നമ്മുടെ വീട്ടില് ഒരു 2 ദിവസം അല്ലെങ്കിൽ ഒക്കെ ഒരു ഫംഗ്ഷൻ നടന്നു കഴിഞ്ഞാല് ആ ഫംഗ്ഷനിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന വേസ്റ്റുകളെ ഡിസ്പോസ് ചെയ്യാന്ന് പറഞ്ഞത് നല്ലൊരു ടാസ്ക് ആണ് അല്ലെ. ഡിസ്പോസിബിൾ ഗ്ലാസ്, പ്ലേറ്റ് അല്ലെ. അപ്പൊ എന്താണ് നമ്മുടെ ഈ ഒരു ഹോസ്പിറ്റലുകളില് ഹെൽത്ത് കെയർ ഫെസിലിറ്റീസില് പ്രൊഡ്യൂസ് ചെയ്യുന്ന വേസ്റ്റുകള് എങ്ങനെ നിർമ്മാർജ്ജനം ചെയ്യും എന്നുള്ള കാര്യത്തില് എന്താണ് നമ്മുടെ ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് ഒക്കെ അനുഭവിക്കുന്ന അല്ലെ ഏറ്റവും വലിയ ഒരു ആശങ്കയാണ്. ഓക്കെയാണോ? ഓക്കെയാണോ? നെക്സ്റ്റ് പറയുന്നത് നമ്മുടെ ഹോസ്പിറ്റലില് ഹെൽത്ത് കെയർ ഫെസിലിറ്റീസിലൊക്കെ ഉള്ള വലിയ ആശങ്ക, റൈസിംഗ് കൺസേൺ എന്ന് പറയുന്നത് എന്താണ്? അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന വേസ്റ്റുകൾ എങ്ങനെ നിർമ്മാർജ്ജനം ചെയ്യും എന്നുള്ള കാര്യത്തിലാണ്. നെക്സ്റ്റ് പറയുന്നത് the majority of nations worldwide, especially developing countries. ഡെവലപ്പിംഗ് കൺട്രീസിലൊക്കെ എങ്ങനെയാണ്? നമ്മുടെ നാട്ടിലുള്ള ഫെസിലിറ്റീസ് ആണോ അവിടെ? നമ്മ കേൾക്കാറുണ്ട് അല്ലെ, മന്ത്രിമാര് ഒക്കെ എങ്ങോട്ടാണ് ട്രീറ്റ്മെന്റിന് വേണ്ടി പോകുന്നത്? അമേരിക്കയ്ക്ക്, മറ്റു കൺട്രീസിലേക്കായിരിക്കും അല്ലെ. ആണോ? ഡെവലപ്പിംഗ് കൺട്രീസിലായിരിക്കും. എന്തുകൊണ്ടാണ്? കേട്ടിട്ടില്ലേ? ആണോ? എന്തുകൊണ്ടാണത്? അവിടെ നമ്മുടെ ഇവിടത്തേലും കൂടുതൽ ഫെസിലിറ്റീസ് ഉണ്ട് അല്ലെ, ടെക്നോളജീസ് ഉണ്ട്, ഫെസിലിറ്റീസ് ഉണ്ട്. ആണോ? അപ്പൊ അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന വേസ്റ്റുകൾ എങ്ങനെയായിരിക്കും? കൂടുതലായിരിക്കും അല്ലെ. അവരെ പ്രൊഡ്യൂസ് ചെയ്യുന്ന വേസ്റ്റുകൾ കൂടുതലായിരിക്കും. അപ്പൊ ദ മെജോറിറ്റി ഓഫ് നേഷൻ, കൂടുതൽ രാജ്യങ്ങൾ, മെജോറിറ്റി ഓഫ് നേഷൻസും വേൾഡ് വൈഡ്, രാജ്യമെമ്പാടുമുള്ള, ലോകമെമ്പാടുമുള്ള എസ്പെഷ്യലി ഡെവലപ്പിംഗ് കൺട്രീസ് അല്ലെ, പ്രത്യേകിച്ച് വികസന രാജ്യങ്ങള് ഫേസ് ചെയ്യുന്ന are facing a difficult situation as a result of environment pollution. Environment pollution ആണ്. എന്തുകൊണ്ടുണ്ടാകുന്ന environment pollution ആണ് അവർ ഫേസ് ചെയ്യുന്നത്? Caused by pathological waste generated by growing population and the resulting rapid growth in the number of healthcare centers. അല്ലെ, നമുക്കറിയാം നമ്മുടെ പോപ്പുലേഷൻ വർദ്ധിക്കുന്നത്, ഗ്രോയിങ് പോപ്പുലേഷൻ വർദ്ധിക്കുന്നതിനനുസരിച്ച് പാത്തോളജിക്കൽ വേസ്റ്റുകൾ കൂടുമോ? ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് അതല്ലെങ്കിൽ ടെസ്റ്റുകളുടെ ഭാഗമായിട്ടൊക്കെ ഉണ്ടാകുന്ന പ്രൊഡ്യൂസ് ചെയ്യുന്ന വേസ്റ്റുകൾ കൂടുമോ? ഇല്ലേ? ആളുകൾ കൂടുന്നതിനനുസരിച്ച് പ്രൊഡ്യൂസ് ചെയ്യുന്ന വേസ്റ്റുകളും കൂടും അല്ലെ. അപ്പൊ എന്താണ് നമ്മുടെ വികസന രാജ്യങ്ങൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് പാത്തോളജിക്കൽ, നമ്മുടെ പോപ്പുലേഷൻ വർദ്ധിക്കുന്നതിനനുസരിച്ച് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഈ പാത്തോളജിക്കൽ വേസ്റ്റുകളും കൂടാതെ എന്താണ് നമ്മുടെ മെഡിക്കൽ അതിവേഗം വളരുന്ന ഹെൽത്ത് കെയർ സെന്റേഴ്സിൽ നിന്ന്, നമ്മുടെ അതെന്താണ് ഹെൽത്ത് കെയർ സെന്റേഴ്സ് ഹോസ്പിറ്റലുകാരൊക്കെ എന്താണ് റാപ്പിഡ് ഗ്രോത്ത് ആണ് അല്ലെ, അതിവേഗം പുരോഗതി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. പുതിയ ടെക്നോളജീസ്, പുതിയ ഫെസിലിറ്റീസ്, പുതിയ മരുന്നുകൾ അല്ലെ, പുതിയ രീതിയിലുള്ള ട്രീറ്റ്മെന്റുകൾ, ചികിത്സകളൊക്കെ കൊണ്ടുവരാണോ? ആണോ? അതിവേഗം വളരുന്ന ഹെൽത്ത് കെയർ സെന്റേഴ്സുകളുടെ നമ്പർ അല്ലെ. അപ്പൊ എന്താണ് അങ്ങനെ നമ്പർ വർദ്ധിക്കുന്നതിന്, ഹെൽത്ത് കെയർ സെന്റേഴ്സിന്റെ ഒക്കെ നമ്പർ വർദ്ധിക്കുന്നതിനനുസരിച്ച് എന്താണ്
അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന വേസ്റ്റുകളും വർദ്ധിക്കും അല്ലെ. ഇതുമൂലം ഉണ്ടാകുന്ന എൻവയോൺമെന്റൽ പൊല്യൂഷൻ ആണ് നമ്മുടെ ലോകമെമ്പാടുമുള്ള രാജ്യങ്ങള്, പ്രത്യേകിച്ച് വികസന രാജ്യങ്ങൾ നേരിടുന്ന വലിയ പ്രശ്നം എന്ന് പറയുന്നത്. ഓക്കെയാണോ? ഓക്കെയാണ് അല്ലെ. നെക്സ്റ്റ് പറയുന്നത് വാട്ട് ഈസ് ബയോമെഡിക്കൽ വേസ്റ്റ്? BMW മാർക്ക് ചെയ്യാട്ടോ, ക്വസ്റ്റ്യൻ വരുന്നതാണ് കേട്ടോ. BMW സ്റ്റാൻഡ്സ് ഫോർ ചോദിക്കാം. ഡാഷ് ഈസ് എനി കൈൻഡ് ഓഫ് വേസ്റ്റ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ചോദിക്കാം കേട്ടോ. അപ്പൊ അത് ഇമ്പോർട്ടന്റ് ആണ്, മാർക്ക് ചെയ്യാം. ബയോമെഡിക്കൽ വേസ്റ്റ് ഓർ ഹോസ്പിറ്റൽ വേസ്റ്റ് ഈസ് എനി കൈൻഡ് ഓഫ് വേസ്റ്റ് containing infectious or potentially infectious materials produced during the treatment of both people and animals, as well as during study involving biologists. എന്താണ്? നമ്മുടെ ജീവശാസ്ത്ര പഠന സമയത്തും മനുഷ്യരുടെയും പിന്നെ എന്താണ് ആനിമൽസ് അല്ലേ, മൃഗങ്ങളുടെയും ചികിത്സാ സമയത്തും ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന പകർച്ചവ്യാധികൾ വരാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ പകർച്ചവ്യാധികൾ ബാധിച്ച മെറ്റീരിയൽസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പദാർത്ഥങ്ങളെയാണ് ബയോമെഡിക്കൽ വേസ്റ്റ് എന്ന് പറയുന്നത്. ഒന്നുകൂടെ പറയാം, ബയോളജിക്സ് അല്ലെ, ജീവശാസ്ത്ര പഠന സമയത്ത്, ജീവശാസ്ത്ര പഠനം എന്ന് പറഞ്ഞാൽ റിസർച്ചുകളുടെ ഭാഗമായിട്ട്, ടെസ്റ്റുകളുടെ ഭാഗമായിട്ടൊക്കെ അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ജീവശാസ്ത്ര പഠന സമയത്തും മൃഗങ്ങളുടെയും മനുഷ്യരുടെയും ചികിത്സാ സമയത്തും ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന എന്താണ് പകർച്ചവ്യാധികൾ വരാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ പകർച്ചവ്യാധികൾ ബാധിച്ച പദാർത്ഥങ്ങളെയാണ് ബയോമെഡിക്കൽ വേസ്റ്റ് എന്ന് പറയുന്നത് അല്ലെ. ഓക്കെ ആയോ? നമ്മ എന്താണ് ലിനൻസ്, കോട്ടൺസ്, റേഡിയോ ആക്റ്റീവ് ഉൽപ്പന്നങ്ങള്, അതൊക്കെ എന്താണ്? നമ്മുടെ സിറിഞ്ചുകള്, ഗ്ലൗസുകളൊക്കെ ബയോമെഡിക്കൽ വേസ്റ്റ് ആണോ? കോട്ടൺസ് ആണോ? ആണല്ലേ. അപ്പൊ എന്താണ്? നമ്മുടെ സിറിഞ്ചില് അല്ലെങ്കിൽ നമ്മുടെ കോട്ടൺസില് അല്ലെങ്കിൽ മലിനമായിട്ടുള്ള, ഒന്നുകൂടെ പറയാം, മലിനമായിട്ടുള്ള ലിനൻസ്, ബെഡ്ഷീറ്റുകളിലൊക്കെ എന്താണ് മറ്റുള്ളവർക്ക് പകർച്ചവ്യാധികൾ വരാൻ സാധ്യതയുള്ള ഇൻഫെക്ഷൻസ് ഉണ്ടോ? ഇൻഫെക്ഷൻസ് ഉണ്ടോ? ഉണ്ട് അല്ലെ. അപ്പൊ എന്താണ്? അപ്പൊ അങ്ങനെയുള്ള എന്താണ് നമ്മുടെ ജീവശാസ്ത്ര പഠന സമയത്ത്, അതായത് ടെസ്റ്റിന്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ റിസർച്ചുകളുടെ ഭാഗമായിട്ടോ ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന വേസ്റ്റുകള്, അതല്ലെങ്കിൽ നമ്മുടെ മൃഗങ്ങളുടെയും അല്ലെ വെറ്റിനറി ഹോസ്പിറ്റലില് മൃഗങ്ങളുടെ ചികിത്സാ സമയത്ത് അതല്ലെങ്കിൽ എന്താണ് നമ്മുടെ മനുഷ്യരുടെ ചികിത്സാ സമയത്തും എന്താണ് ഒന്നുകൂടെ പറയാം മിസ്, ജീവശാസ്ത്ര പഠന സമയത്തും മനുഷ്യരുടെയും മൃഗങ്ങളുടെയും ചികിത്സാ സമയത്തും ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന പകർച്ചവ്യാധികൾ വരാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ പകർച്ചവ്യാധികൾ ബാധിച്ച പദാർത്ഥങ്ങളെയാണ് ബയോമെഡിക്കൽ വേസ്റ്റ് എന്ന് പറയുന്നത്. പകർച്ചവ്യാധികൾ വരാൻ സാധ്യത എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മ അത് തൊട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മ അത് ടച്ച് ചെയ്യുക അല്ലെങ്കിൽ നമ്മ അത് യൂസ് ചെയ്യുന്നത് മൂലം നമുക്ക് എന്ത് വരാം? ഇൻഫെക്ഷൻസ് വരാം അല്ലെ. ഹോസ്പിറ്റൽ അക്വയേർഡ് ഇൻഫെക്ഷൻസ് പോലെയുള്ള ഇൻഫെക്ഷൻസ് വരാം. അതല്ലെങ്കിൽ എന്താണ് ആ ഒരു മെറ്റീരിയൽ ആ ഒരു ലിനൻസില്, കോട്ടൺസിലൊക്കെ എന്താണ് ഇൻഫെക്ഷൻസ് ബാധിച്ച ഒരാളുടെ ബ്ലഡ് ആണെങ്കിൽ അത് പകർച്ചവ്യാധികൾ ഉണ്ടോ? ഓൾറെഡി അതിന് പകർച്ചവ്യാധികൾ ഉണ്ടോ ആ ബ്ലഡില് അല്ലെങ്കിൽ ആ ഇതില് ലിനൻസിലുണ്ടോ? അപ്പൊ അങ്ങനെയുള്ള മെറ്റീരിയൽസിനെയാണ് എന്ത് പറയുന്നത്? ബയോമെഡിക്കൽ വേസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെയാണോ? ആരാ ചോദിച്ചേ? റിപ്പീറ്റ് ചെയ്യോന്ന്? ആർക്കും ഓക്കെ ആയോ? പേര് മിസ് ശ്രദ്ധിച്ചില്ല. ഓക്കെ ആയോ? വേറൊരു മൂവിയിൽ കാണിക്കുന്നില്ലേ ഒരു ഡോഗിന്റെ ചൈനയിൽ വന്ന ഒരാൾ ഇൻജെക്ട് ചെയ്തിട്ട് ആ പട്ടിയിൽ നിന്ന് ഇൻഫെക്ഷൻസ് മാറും, എല്ലാവർക്കും സ്പ്രെഡ് ചെയ്യുന്നത് ഇല്ലേ? കണ്ടിട്ടുണ്ടോ ആ സിനിമ? പേര് മറന്നു മിസ്. അപ്പൊ എന്താണ്? നമുക്ക് മൃഗങ്ങളിൽ നിന്നും ഇൻഫെക്ഷൻസ് വരാം അല്ലെ. മൃഗങ്ങളിൽ നിന്നും ഇൻഫെക്ഷൻസ് സ്പ്രെഡ് ചെയ്യാലോ മനുഷ്യരിലേക്ക്. അപ്പൊ എന്താണ്? അങ്ങനെ മൃഗങ്ങളുടെ അതല്ലെങ്കിൽ മനുഷ്യരുടെ ചികിത്സാ സമയത്തും ഇൻഫെക്ഷൻ ബാധ ഏറ്റിട്ടുള്ള പദാർത്ഥങ്ങളെയാണ്, മെറ്റീരിയൽസിനെയാണ് ബയോമെഡിക്കൽ വേസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ?
നെക്സ്റ്റ് എടുക്കട്ടെ മിസ്, ഒബ്ജക്റ്റീവ്സ് ഓഫ് ബയോമെഡിക്കൽ വേസ്റ്റ്. ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് കൊണ്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത് എന്തായിരിക്കും? ആ ഒരു ഇൻഫെക്ഷൻസ് കുറയ്ക്കുക എന്നുള്ളതാണ്, അല്ലേ? ശരിയായ രീതിയിൽ നമ്മ ആ വേസ്റ്റുകള് നിർമാർജനം ചെയ്യുന്നത് മൂലം അതുകൊണ്ടുള്ള അപകട സാധ്യത കുറയ്ക്കുക എന്നുള്ളതല്ലേ? ആണോ? ആണ്. ഇപ്പൊ നമ്മുടെ വീടിന്റെ ചുറ്റും എന്താണ്, മഴയൊക്കെ പൊട്ടിപ്പിടിക്കുമ്പോൾ ഒരുപാട് വേസ്റ്റുകളൊക്കെ വന്നു കൂടും, അല്ലെ? കാറ്റിന് ഒരുപാട് എന്താണ് ഇലകള് വീഴും. അപ്പൊ അതിക്ക് മുമ്പ് വന്ന് നമ്മുടെ വീടുകളിൽ വന്നു കണ്ട് മുനിസിപ്പാലിറ്റിന്ന് അല്ലെങ്കിൽ ആശാ വർക്കേഴ്സ് വന്നിട്ട് നമുക്ക് അവബോധങ്ങളൊക്കെ തരാറുണ്ടോ? ഈ വേസ്റ്റുകൾ ശരിയായ രീതിയിൽ നിർമ്മാർജ്ജനം ചെയ്യാനായിട്ട് തരാറുണ്ടോ? തരാറുണ്ട്. എന്താണ് അതുകൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് എന്താ? ലക്ഷ്യം വെക്കുന്നത് എന്താണ്? ചിരട്ടയൊക്കെ ഉണ്ടെങ്കിൽ ചിരട്ടയിൽ വെള്ളം കയറിയിട്ടുണ്ടെങ്കിൽ അത് കമത്തിയിടാം, പാത്രങ്ങൾ തുറന്നു വെക്കരുത്, അതിൽ എന്താണ് വെള്ളം കെട്ടിക്കിടക്കാൻ അനുവദിക്കരുത് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് പറഞ്ഞു തരാറുണ്ട്, അല്ലെ? എല്ലായിടത്തും ബ്ലീച്ചിങ് പൗഡേഴ്സ് ഒക്കെ ഇട്ട് വൃത്തിയായി സൂക്ഷിക്കണം, അല്ലേ? അതുകൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് എന്താ? ഇൻഫെക്ഷൻസ് സ്പ്രെഡ് ചെയ്യുന്നത് തടയാന്നുള്ളതല്ലേ? ഇൻഫെക്ഷൻസ് ആ ഒരു സമയത്ത്, അല്ലെ, മഴക്കാലത്ത് ഉണ്ടാകുന്ന സാംക്രമിക രോഗങ്ങള് എന്താണ് തടയാന്നുള്ളതാണ്, അല്ലെ? അപ്പൊ ഈ ശരിയായ രീതിയിൽ നമ്മ ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് കൊണ്ടുള്ള ലക്ഷ്യം എന്തായിരിക്കും? ഈ വേസ്റ്റിൽ നിന്ന് നമുക്ക് വരുന്ന, അല്ലെ, മനുഷ്യർക്ക് അല്ലെങ്കിൽ അവിടെ വർക്ക് ചെയ്യുന്ന വർക്കേഴ്സിന് ആർക്കായിക്കോട്ടെ ഉണ്ടാകുന്ന ആ ഒരു ഇൻഫെക്ഷൻസ് തടയോ അതുകൊണ്ടുണ്ടാകുന്ന റിസ്ക് തടയാന്നുള്ളതല്ലേ? ആണോ? അപ്പൊ നോക്കിയേ, ആദ്യം നിങ്ങളോട് കൊണ്ടൊന്ന് പറയിപ്പിക്കുന്ന വെച്ചാൽ നിങ്ങൾക്ക് അത് പറയുമ്പോ പെട്ടെന്ന് ക്ലിയർ ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പൊ നോക്കിയേ, ഒബ്ജക്റ്റീവ്സ് ഓഫ് ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് കൊണ്ടുള്ള ലക്ഷ്യം എന്തൊക്കെയാണ്? To lessen the quantity of waste that must be treated as noxious waste. എന്താണ്? ഹാനികരമായിട്ടുള്ള അല്ലെങ്കിൽ അപകടകരമായിട്ടുള്ള വേസ്റ്റിന്റെ ആ ഒരു ക്വാണ്ടിറ്റി കുറയ്ക്കുക, അല്ലെ? ക്വാണ്ടിറ്റി കുറയ്ക്കുക എന്നുള്ളത് അതുകൊണ്ട് ഒരു ലക്ഷ്യമല്ലേ? എന്താണ്? നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റുന്ന, അല്ലെ, ജനറൽ വേസ്റ്റുകൾ ഉപയോഗിക്കുക. ഇപ്പൊ അങ്ങനെയാണോ നമ്മൾ ചെയ്യുന്നത്? റീയൂസ് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പൊ കല്യാണത്തിലാണെങ്കിലും പണ്ടൊക്കെ എന്തായിരുന്നു? പണ്ട് എന്ന് പറഞ്ഞാൽ കുറച്ച് ഡിസ്പോസിബിൾ പ്ലേറ്റ് ഒക്കെ ആയിരുന്നു. ഇപ്പൊ അങ്ങനെ ഉണ്ടോ? ഡിസ്പോസിബിൾ പ്ലേറ്റ് ആണോ? കുറെ മിക്കവാറും ഡിസ്പോസിബിൾ പ്ലേറ്റ് ആണ് ഉപയോഗിക്കുന്നത്. ആണോ? ചില സ്ഥലത്ത് മാത്രമേ ഉള്ളൂ. അല്ല, അല്ലേ? നമ്മുടെ നോർമൽ പ്ലേറ്റ് ആണ്. അപ്പൊ അതെന്താണ്? നമുക്കത് വീണ്ടും കഴുകി റീയൂസ് ചെയ്യാം, അല്ലെ? അപ്പൊ വേസ്റ്റ് കുറയ്ക്കുകയല്ലേ ചെയ്യുന്നത്? അല്ല, ആ ഒരു പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടുണ്ടാകുന്ന വേസ്റ്റ് കുറയ്ക്കുകയാണോ? ആണ്, അല്ലെ? അപ്പൊ എന്ത് ചെയ്യണം? നമ്മുടെ അപകടകരമായ വേസ്റ്റുകളുടെ ആ ഒരു ക്വാണ്ടിറ്റി, അളവ് കുറയ്ക്കുക എന്നുള്ളത്. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് to lessen the exposability risk to noxious healthcare waste for workers, അല്ലെ? ഈ ഒരു നോക്സിയസ് വേസ്റ്റ് കൊണ്ടുണ്ടാകുന്ന, അല്ലെ, എന്താണ് അപകടകരമായിട്ടുള്ള അല്ലെങ്കിൽ ഇൻഫെക്ഷൻസ് സ്പ്രെഡ് ചെയ്യുന്ന ആ വേസ്റ്റുകളിൽ നിന്നുണ്ടാകുന്ന അപകട സാധ്യത ആ ഒരു വർക്കേഴ്സിൽ നിന്ന് കുറയ്ക്കുന്നതിന് വേണ്ടി, അല്ലെ, എന്താണ് ഈ നോക്സിയസ് വേസ്റ്റില് അല്ലെങ്കിൽ ഈ അപകടകരമായിട്ടുള്ള ബയോമെഡിക്കൽ വേസ്റ്റുകളിൽ വർക്ക് ചെയ്യുന്ന വർക്കേഴ്സിന് അപകടങ്ങളുണ്ടോ? റിസ്ക് കൂടുതലായിരിക്കും, അല്ലെ? അപ്പൊ എന്താണ് പകർച്ചവ്യാധികൾ വരാൻ അപകട സാധ്യത കൂടുതലായിരിക്കും, അല്ലെ? അപ്പൊ ആ ഒരു വർക്കേഴ്സിനുള്ള ആ വേസ്റ്റുകളിൽ നിന്നുള്ള അപകട സാധ്യത കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട്. നെക്സ്റ്റ് പറയുന്നത് to reduce the price of treatment and disposal of medical waste. എന്താണ്? നമ്മ ആ ഒരു വേസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് തന്നെ ശരിയായ രീതിയിൽ അത് അറേഞ്ച് ചെയ്തിടാം. നമ്മുടെ വീട്ടില് മുനിസിപ്പാലിറ്റിന്ന് വേസ്റ്റ് എടുക്കാൻ ആള് വരാറുണ്ടോ? ഹരിത കർമ്മസേന, അല്ലെ? വരാറുണ്ടോ? വരാറുണ്ട്, അല്ലെ? അപ്പൊ നമ്മൾ 50 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലുള്ള വേസ്റ്റുകൾ അവർ കൊണ്ടുപോകുമോ? അപ്പൊ നമ്മുടെ ആ ഒരു വേസ്റ്റ് ഡിസ്പോസൽ മെത്തേഡ് എളുപ്പമാക്കാണോ? പ്ലാസ്റ്റിക്കുകളുള്ള വേസ്റ്റുകളുടെ ഡിസ്പോസൽ ഒക്കെ എളുപ്പമാക്കാണോ ചെയ്യുന്നത്?
50 രൂപ കൊടുത്താലും മതി അല്ലേ? 50 രൂപ കൊടുത്താലും മതി അല്ലേ? അപ്പൊ എന്താണ് ഈ ഒരു ട്രീറ്റ്മെന്റ്, വേസ്റ്റ് ഡിസ്പോസൽ ട്രീറ്റ്മെന്റിന്റെ, സംസ്കരണത്തിന്റെ ആ ഒരു പ്രൈസ് കുറയ്ക്കുക, അല്ലെങ്കിൽ മെഡിക്കൽ വേസ്റ്റുകളുടെ ഡിസ്പോസല് എളുപ്പമാക്കുക എന്നുള്ളത് ബയോമെഡിക്കൽ വേസ്റ്റ് കൊണ്ടുള്ള ഒരു ഒബ്ജക്റ്റീവ്സ് ആണ്. ഓക്കെ ആണോ? ഇപ്പൊ വേറൊരു കാര്യം കൂടി, ഇപ്പൊ ശരിയായ രീതിയിലാണ് ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് നടത്തുന്നതെങ്കിൽ അവരത് ഡിസ്പോസ് ചെയ്യുന്ന മെത്തേഡും അങ്ങനെ നല്ല പ്രോപ്പർ രീതിയിലായിരിക്കും. അങ്ങനെ എക്സാമ്പിൾ പോലെ പറയുകയാണെങ്കിൽ, നിങ്ങൾ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ പലതരത്തിലുള്ള ഡസ്റ്റ്ബിന്നുകൾ കണ്ടിട്ടുണ്ടോ? യെല്ലോ ഉണ്ട്, ഗ്രീൻ ഉണ്ട്, റെഡ് ഉണ്ട്, കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. അപ്പൊ ഈ ഓരോ ഡസ്റ്റ്ബിന്നിലും ഓരോ തരത്തിലുള്ള വേസ്റ്റുകളാണ് ഇവര് ഡിസ്പോസ് ചെയ്യുന്നത്. മെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റിന്റെ ഭാഗമായിട്ട് ഓരോ കളർ ഡസ്റ്റ്ബിന്നിലും ഓരോ തരത്തിലുള്ള വേസ്റ്റുകളാണ് ഡിസ്പോസ് ചെയ്യുന്നത്. അത് ഡിസ്പോസൽ മെത്തേഡ് എളുപ്പമാക്കാണോ? അപ്പൊ ഈ ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റിനുള്ള ലക്ഷ്യം പറഞ്ഞാൽ എങ്ങനെയല്ലേ? ഒന്നതല്ലേ, നമ്മുടെ വേസ്റ്റ് ഡിസ്പോസൽ എളുപ്പമാക്കുകയും അതിന് വേണ്ട പ്രൈസ് കുറയ്ക്കുകയും ചെയ്യുക എന്നുള്ളത്. നെക്സ്റ്റ് വരുന്നുണ്ട് കേട്ടോ, അതൊക്കെ വരുന്നുണ്ട്. ഇപ്പൊ നമുക്കറിയാം, നമുക്കൊരു ഇഞ്ചക്ഷൻ എടുക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ എത്ര തരത്തിലുള്ള വേസ്റ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്? കോട്ടൺസ് വരുന്നുണ്ട് അല്ലെ? കോട്ടൺസ് വരുന്നുണ്ട്, സിറിഞ്ച് വരുന്നുണ്ട്, നീഡില് വരുന്നുണ്ട്, നീഡില് വരുന്നുണ്ട്. പിന്നെന്താണ്, ആ ഒരു മരുന്നിരുന്ന ബോട്ടില് വരുന്നുണ്ടോ? വരുന്നുണ്ട് ഉണ്ടോ? അപ്പൊ ഈ എല്ലാ വേസ്റ്റുകളും നമുക്ക് ഒരു ഡസ്റ്റ്ബിന്നിൽ ഇടാൻ പറ്റോ? കോട്ടൺസും നീഡിൽസും ഒരുമിച്ചിടാൻ പറ്റോ? ഇല്ല. അപ്പൊ എന്താണ്, ഓരോന്നും ഓരോ ഡസ്റ്റ്ബിന്നിലായിരിക്കും ഇടുന്നത്. അത് ശരിയായ രീതിയിലുള്ള ഒരു വേസ്റ്റ് മാനേജ്മെന്റ് അല്ലേ? ഈ ഓരോന്നും ഓരോ ഡസ്റ്റ്ബിന്നിൽ ഇടാന്ന് പറയുന്നത് ശരിയായ ഒരു വേസ്റ്റ് മാനേജ്മെന്റ് അല്ലേ? അപ്പൊ എന്താണ്, ഇങ്ങനെയുള്ള മെഡിക്കൽ വേസ്റ്റുകളുടെ നിർമ്മാർജ്ജനം എളുപ്പമാക്കുകയും അതുമൂലം ആ ട്രീറ്റ്മെന്റ്, അത് സംസ്കരിക്കുന്നതിന്റെ ഭാഗമായിട്ടുണ്ടാകുന്ന പ്രൈസ് കുറയ്ക്കുകയും ചെയ്യുക എന്നുള്ളത്. ഓക്കെയാണോ? നെക്സ്റ്റ് പറയുന്നത് ടു ഇനേബിൾ ദ റീയൂസ് ഓഫ് നോൺ ഹസാർഡസ് ജനറൽ വേസ്റ്റ് അല്ലെ? എന്താണ്, ഹാനികരമല്ലാത്ത പേപ്പറ്, കാർഡ്ബോർഡുകള്, അങ്ങനെയുള്ള ജനറൽ വേസ്റ്റുകള് എന്താണ്, റീയൂസ് ചെയ്യുക അല്ലെ? രണ്ടാമത് റീസൈക്കിൾ ചെയ്ത് റീയൂസ് ചെയ്യുക എന്നുള്ളത് നമ്മുടെ ബയോമെഡിക്കൽ വേസ്റ്റ് കൊണ്ടുള്ള ഒരു ലക്ഷ്യമാണ് കേട്ടോ. നെക്സ്റ്റ് പറയുന്നത്, അത് സിമ്പിൾ ആണ്, അതെടുത്തിട്ട് മിസ് നിർത്താം കേട്ടോ. റിസ്ക്, ആർക്കൊക്കെയാണ് ബയോമെഡിക്കൽ വേസ്റ്റ് കൊണ്ടുള്ള റിസ്ക്, അപകടങ്ങൾ? ആർക്കൊക്കെയാണ്? ഡോക്ടേഴ്സിന്, നഴ്സുമാർക്കുണ്ട് അല്ലെ? ഹെൽത്ത് കെയർ ഫെസിലിറ്റീസിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾ അല്ലെ? ഡോക്ടേഴ്സിന്, നഴ്സുമാർക്ക്, പേഷ്യൻസിന് അല്ലെ? നമുക്കുണ്ടോ പേഷ്യൻസ്? പേഷ്യൻസ് ആയി പോകുന്ന നമുക്കുണ്ട് അല്ലെ? ആ ഒരു വേസ്റ്റ് കൊണ്ടുള്ള റിസ്ക്, അപകടം. പിന്നെന്താണ്, ഹോസ്പിറ്റൽ സപ്പോർട്ടിംഗ് സ്റ്റാഫ്, നഴ്സുമാർക്കും ഡോക്ടേഴ്സിനും മാത്രമാണോ അതുകൊണ്ട് അപകടം ഉണ്ടാക്കുന്നത്? ലബോറട്ടറിയിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾക്ക്, ഡയാലിസിസ് സെന്റേഴ്സിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക്, സ്കാനിങ് സെന്ററിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്കൊക്കെ അതുകൊണ്ട് റിസ്ക് ഉണ്ടോ? വേസ്റ്റ് കൊണ്ട് റിസ്ക് ഉണ്ടോ? ഉണ്ട്. അപ്പൊ ഹോസ്പിറ്റൽ സപ്പോർട്ടിംഗ് സ്റ്റാഫുകൾക്ക്. നെക്സ്റ്റ് പറയുന്നത് സപ്പോർട്ട് സ്റ്റാഫ്, വേസ്റ്റ് കളക്ഷൻ ആൻഡ് ഡിസ്പോസൽ സ്റ്റാഫ് അല്ലെ? ഈ വേസ്റ്റുകള് കളക്ട് ചെയ്യുന്ന, ശേഖരിക്കുന്ന ആളുകൾക്കും അത് നിർമ്മാർജ്ജനം ചെയ്യുന്ന ആളുകൾക്കും റിസ്കുകൾ വരാലോ, ഇൻഫെക്ഷൻസ് വരാം അല്ലെ? അതുകൊണ്ട് അപകടങ്ങൾ വരാലോ. അപ്പൊ സപ്പോർട്ട് സ്റ്റാഫ്, വേസ്റ്റ് കളക്ഷൻ ആൻഡ് ഡിസ്പോസൽ സ്റ്റാഫ്. നെക്സ്റ്റ് പറയുന്നത് ജനറൽ പബ്ലിക് ആൻഡ് എൻവയോൺമെന്റ്. എന്താണ്, പൊതുജനങ്ങൾക്കും എൻവയോൺമെന്റിനും അല്ലെ? എന്താണ്, നമ്മുടെ ഈ ഒരു ബയോമെഡിക്കൽ വേസ്റ്റ് കൊണ്ട് അപകടങ്ങൾ ഉണ്ടാകുന്നു. ഓക്കെ ആണോ? ഇന്ന് മിസ് എടുത്ത ഭാഗം എല്ലാവർക്കും ഓക്കെ ആണോ? ഓക്കെ, അപ്പം ഇന്നത്തെ ക്ലാസ് മിസ് വൈൻഡ് അപ്പ് ചെയ്യാണ്. ബാക്കി നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു ഓൾ.